ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഉണ്ടായിരുന്നത് റെക്ടിഫിക്കേഷൻ. റെക്ടിഫിക്കേഷൻ ഏത് സ്റ്റേജ് റെക്ടിഫിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? റെക്ടിഫിക്കേഷൻ എന്നുള്ളത് പല സ്റ്റേജ് വരായിരുന്നു അല്ലേ? ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് വരാം, ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് വരാം, ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്, ദാറ്റ് മീൻസ് ഇൻ നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡ്. അങ്ങനെ പല സ്റ്റേജുകളിൽ റെക്ടിഫിക്കേഷൻ വരാം. ഇതിൽ ഏത് സ്റ്റേജ് റെക്ടിഫിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തത്? നിങ്ങൾ ഒരു 3-4 പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു, 4 ജേർണൽ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അത് ഏത് സ്റ്റേജിലായിരുന്നു? ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് എന്ത് ചെയ്തു? ആ എറർ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ എന്തായിരുന്നു ആ എറേഴ്സ്? കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്തു അല്ലേ? ആ എറേഴ്സ് എങ്ങനെ റെക്ടിഫൈ ചെയ്യുന്നത്? നമ്മൾ 3 സ്റ്റേജിലൂടെ പോകും. ഫസ്റ്റ് എന്ത് ചെയ്യും? നമ്മളാണ് ആ എൻട്രി പോസ്റ്റ് ചെയ്യുന്നത് വിചാരിക്കുക, അല്ലെങ്കിൽ ആ ജേർണൽ എൻട്രി പാസ് ചെയ്യുന്നത് നമ്മളാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരുന്നു ജേർണൽ എൻട്രി കൊടുക്കുക? കറക്റ്റ് എൻട്രി എന്താണ്? രണ്ടാമത് അവിടെ തെറ്റ് പറ്റിയത് എന്തായിരുന്നു? എന്താണ് തെറ്റ് പറ്റിയത്? അതിന്റെ റോങ് എൻട്രി എന്താണ്? ഇനി മൂന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ റെക്ടിഫിക്കേഷൻ. എങ്ങനെ റെക്ടിഫിക്കേഷൻ ചെയ്യുന്നത്? റെക്ടിഫിക്കേഷനിൽ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കറക്റ്റ് എൻട്രിയുമായിട്ട് റോങ് എൻട്രി എന്ത് ചെയ്യുന്നു എന്ന് കമ്പയർ ചെയ്യുന്നു. ആദ്യം ഡെബിറ്റ് നോക്കുന്നു അല്ലേ? കറക്റ്റ് എൻട്രിയിലെ ഡെബിറ്റും റോങ് എൻട്രിയിലെ ഡെബിറ്റും ഒരേപോലെയാണോ, ഒരേ അക്കൗണ്ട് ആണോ, ഒരേ എമൗണ്ട് ആണോ, അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? നോക്കുന്നു. ഓക്കെ, കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നു. റോങ് എൻട്രിയിലെ ക്രെഡിറ്റും കറക്റ്റ് എൻട്രിയിലെ ക്രെഡിറ്റും രണ്ടും കമ്പയർ ചെയ്യുന്നു, ഒരേപോലെയാണോ അല്ലേ. അപ്പൊ എവിടെയെങ്കിലും ഒന്ന് വ്യത്യാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിന് നമ്മൾ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ഡെബിറ്റ് ആണെങ്കിൽ റെക്ടിഫൈ ചെയ്യാൻ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ക്രെഡിറ്റ് ആണ് തെറ്റുന്നുണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യാൻ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് ജേർണൽ എൻട്രി 5th 1 ആണല്ലോ ചെയ്യുന്നത് അല്ലേ? നാളെ ചെയ്തില്ലേ നമ്മള്? 5ാമത്തെ ചെയ്യാനുള്ളത്. എന്താ പറഞ്ഞുള്ളത്? An amount of rupees 4,000 withdrawn by the proprietor for his personal use has been debited to office expense account. ഓണർ എന്ത് ചെയ്തിട്ടുണ്ട്? ബിസിനസിന്റെ ഓണർ അദ്ദേഹത്തിന്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് അദ്ദേഹം കുറച്ച് എമൗണ്ട് വിഡ്രോ ചെയ്തു ബിസിനസ്സിൽ നിന്ന്. പക്ഷെ ആ എമൗണ്ട് നമ്മൾ എന്ത് കാണിച്ചു? നമ്മൾ അറിയാതെ തെറ്റായിട്ട് അതിന് ഓഫീസ് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഓഫീസ് എക്സ്പെൻസ് എന്ന് എടുത്തിട്ടുള്ളത് ശരിയാണോ? അത് ഓഫീസ് എക്സ്പെൻസ് ആണോ? ഓഫീസ് എക്സ്പെൻസ് ആണോ? അല്ല, ഓഫീസ് എക്സ്പെൻസ് അല്ല അല്ലെ? ഓഫീസ് എക്സ്പെൻസ് അല്ല. അത് ഡ്രോയിങ്സ് എന്ന് നമ്മൾ പറയാം. അദ്ദേഹത്തിന്റെ പേഴ്സണൽ യൂസിന് വേണ്ടി ഡ്രോ ചെയ്യുന്നതിന് ഡ്രോയിങ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഡ്രോയിങ്സിന് പകരം നമ്മൾ എന്ത് ചെയ്തു? ഓഫീസ് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചു. അപ്പൊ നമ്മൾ 3 സ്റ്റേജിലൂടെ പോവാ. ഫസ്റ്റ് സ്റ്റേജ് ഏതാണ്? ഫസ്റ്റ് കറക്റ്റ് എൻട്രി അല്ലെ? ഫസ്റ്റ് കറക്റ്റ് എൻട്രി എഴുതും നിങ്ങൾ. എന്താ കറക്റ്റ് എൻട്രി നോക്കൂ. കറക്റ്റ് എന്താ കറക്റ്റ് എൻട്രി? സോറി, കറക്റ്റ് എൻട്രി പറയൂ. കറക്റ്റ് എൻട്രി എന്താ? ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സിന് വേണ്ടി വിഡ്രോ ചെയ്ത എമൗണ്ട് ആണ്. അപ്പൊ എന്ത് വരും? ഇവിടെ മിണ്ടാതിരിക്കല്ലേ. ഡ്രോയിങ്സ് അക്കൗണ്ട് വരും. ഡ്രോയിങ്സ് അക്കൗണ്ട് ആണ് വരുന്നത്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. സോ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അപ്പൊ എഴുതാട്ടെ എല്ലാവരും. എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതാ. കറക്റ്റ് എൻട്രി എന്താണ്? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ടു ക്യാഷ് അക്കൗണ്ട്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. എമൗണ്ട് എത്രയാണ്? 4,000 അല്ലേ? എമൗണ്ട് 4,000. ഓക്കെ, കറക്റ്റ് എൻട്രി നമ്മൾ എഴുതി. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? അവിടെ എന്താണ് റോങ് എൻട്രി വന്നിട്ടുള്ളത്? റോങ് എൻട്രി എന്തായിരുന്നു? റോങ് എൻട്രി ഓഫീസ് എക്സ്പെൻസ്. അത് ഓഫീസ് എക്സ്പെൻസ് ആയിട്ട് എഴുതി എന്നാ പറഞ്ഞത്. ഓഫീസ് എക്സ്പെൻസ് എന്ന് കാണിച്ചു. ഓഫീസ് എക്സ്പെൻസ് കാണിച്ച എന്തായാലും എൻട്രി വന്നിട്ടുണ്ടാവുക? ഓഫീസ് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഓഫീസ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് അതായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇപ്പൊ ജസ്റ്റ് ആ റോങ് എൻട്രി എഴുതി നോക്കാം. ഓഫീസ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. എമൗണ്ട് വ്യത്യാസമൊന്നുമില്ല, 4,000 തന്നെ. അതിൽ വ്യത്യാസമൊന്നുമില്ല. 4,000 തന്നെ എടുത്തിട്ടുള്ളത്.
അപ്പൊ ഇതാണ് റോങ് എൻട്രി. കറക്റ്റ് എൻട്രി എന്നുള്ളത് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ റോങ് എൻട്രി വന്നിട്ടുള്ളത് എന്താണ്? ഓഫീസ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ്. ഇനി നമ്മൾ റെക്ടിഫിക്കേഷൻ തെറ്റ് വന്നിട്ടുണ്ട് ഇല്ലേ? അപ്പൊ റെക്ടിഫിക്കേഷനിലേക്ക് പോകാം. അപ്പൊ നമ്മൾ എന്താ നോക്കുന്നത്? ആദ്യം ഡെബിറ്റ് രണ്ട് കമ്പയർ ചെയ്യാം. എന്ത് നോക്കണം? എവിടുത്തെ ഡെബിറ്റ് നോക്കണം? കറക്റ്റ് എൻട്രിയിലെ ഡെബിറ്റ് എന്താണോ? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ 4000 എന്നാ അല്ലേ? കറക്റ്റ് എൻട്രിയിൽ എന്താ വന്നുള്ളത്? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ 4000. അതേ ഡെബിറ്റ് ആണോ നമ്മുടെ റോങ് എൻട്രിയിൽ വന്നിട്ടുള്ളത്? ആണോ? ഇവിടെ എന്താ വന്നിട്ടുള്ളത്? ഓഫീസ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ 4000 എന്നുള്ളതാണ്. എമൗണ്ടിൽ വ്യത്യാസമില്ല. എന്തിലെ വ്യത്യാസം? അക്കൗണ്ടിലാണ് വ്യത്യാസം അല്ലേ? ഓഫീസ് എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. ഇത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ഇത് തെറ്റാണ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഇത് തെറ്റാണ്. ഒരു ഇൻറ്റു മാർക്ക് തെറ്റാണ്. ഇൻറ്റു മാർക്ക് കൊടുത്തു. അത് നമുക്ക് എന്താണ്? തെറ്റാണ്. ഇനി എന്ത് ചെയ്യാം? ഡെബിറ്റ് കഴിഞ്ഞു, ക്രെഡിറ്റിലേക്ക് നോക്കാം. ക്രെഡിറ്റ് എന്താ വരുന്നത്? ടു ക്യാഷ് അക്കൗണ്ട്. ടു ക്യാഷ് അക്കൗണ്ട് എന്നാ വരുന്നത്. ടു ക്യാഷ് അക്കൗണ്ട് 4000. റോങ് എൻട്രിയിൽ എന്താ വന്നിട്ടുള്ളത് നോക്കാം. അവിടെ എന്താണ്? ടു ക്യാഷ് അക്കൗണ്ട് 4000. അത് തെറ്റുണ്ടോ? ഇല്ല. ഇല്ല. അത് ശരിയാണ് അല്ലേ? അപ്പൊ തെറ്റായിട്ടുള്ള എവിടെ വന്നിട്ടുള്ളത്? തെറ്റായത് ഡെബിറ്റ് ആണ് തെറ്റ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പൊ ഈ ഓഫീസ് എക്സ്പെൻസ് അവർ ഇരിക്കാൻ പറ്റാത്ത സ്ഥലത്ത് കയറി ഇരിക്കുക. അവിടെ എന്ത് ചെയ്യണം? നമുക്ക് ഇയാളെ ചവിട്ടി പുറത്താക്കണം അല്ലെ? ഇവിടുന്ന് ഇറക്കി വിടണം. കടക്ക് പുറത്തെന്ന് പറയണം. കടക്ക് പുറത്തെന്ന് പറഞ്ഞാൽ ഇയാള് ഡെബിറ്റ് ഇരിക്കുന്നത് എവിടേക്ക് പോകണം? ഡെബിറ്റിൽ വന്ന ആൾ എവിടേക്ക് പോകണം? ഇയാള് പോവേണ്ടത് പുറത്ത് പോകുമ്പോ എവിടേക്ക് പോകണം? ക്രെഡിറ്റിലേക്ക് പോകണം. അവിടെ അയാളെ ക്രെഡിറ്റിലേക്ക് പോകണമെങ്കിൽ അവിടെ ആ സീറ്റ് വേക്കന്റ് ആണ് അല്ലേ? ഡെബിറ്റ് വേക്കന്റ് ആണ്. അവിടേക്ക് ആര് വരും? അവിടെ ആരാണ് ശരിക്കും ആ സീറ്റ് ആർക്കുള്ളതാണോ അയാൾ വരണം അല്ലേ? അയാൾ ആരാണ്? അവിടെ ശരിക്കും വരേണ്ടത് ഡ്രോയിങ്സ് അക്കൗണ്ട് ആണ്. ആ ഡ്രോയിങ്സ് അക്കൗണ്ടിൽ എന്ത് ചെയ്യുക? അങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ എന്താ റെക്ടിഫിക്കേഷൻ എൻട്രി വരുന്നത്? ഡ്രോയിങ്സ് അക്കൗണ്ട് ടു ഓഫീസ് എക്സ്പെൻസ് അക്കൗണ്ട്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഓഫീസ് എക്സ്പെൻസ് അക്കൗണ്ട്. ടു ഓഫീസ് എക്സ്പെൻസ്. ഓക്കെ. എമൗണ്ട് എത്രയാണ്? എമൗണ്ട് വ്യത്യാസം ഉണ്ടോ? 4000. ഇല്ല, 4000. ഓക്കെ. ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ളത്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഓഫീസ് എക്സ്പെൻസ് അക്കൗണ്ട്. ഇത് ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല സർ, ഡൗട്ട് ഇല്ല. ഓക്കെ. അടുത്തത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 6th one ഒന്ന് പറയൂ. Rupees 3000 received from Alex and Company has been wrongly entered as from Alice and Company. Rupees 3000 received from Alex and Company has been wrongly entered as from Alice and Company. Alex and Company അത് നമ്മൾ ആരെ കസ്റ്റമർ ആയിരിക്കും അല്ലേ? അവരെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടിയിട്ടുണ്ട്. 3000 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? അറിയാതെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമ്മൾ ചിലപ്പോൾ എൻട്രി ചെയ്യുന്ന സമയത്ത് അലക്സ് എന്നുള്ളത് അറിയാതെ എന്ത് ചെയ്തു? ആലീസ് ആയിട്ട് മാറിപ്പോയി. ആലീസ് ആൻഡ് കമ്പനി അവരെ കയ്യിൽ നിന്ന് കിട്ടിയ പോലെ അവരുടെ അക്കൗണ്ടിലായിട്ട് കാണിച്ചു. അപ്പൊ എവിടെ തെറ്റ് വന്നത്? നമുക്ക് നോക്കാം. എന്താണ് കറക്റ്റ് എൻട്രി, എന്താണ് റോങ് എൻട്രി, റെക്ടിഫിക്കേഷൻ. ആ സ്റ്റേജിലൂടെ വീണ്ടും പോകണം. ഓക്കെ, ചെയ്ത് നോക്കാം നമുക്ക്. ഫസ്റ്റ് പറയാം, എന്താ കറക്റ്റ് എൻട്രി എന്ത് വരും? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് അലക്സ് ആൻഡ് കമ്പനി. ക്യാഷ് കിട്ടി എന്നാ പറഞ്ഞത് അല്ലേ? ക്യാഷ് കിട്ടി. ആരുടെ കയ്യിൽ നിന്ന് കിട്ടി? അലക്സിന്റെ കയ്യിൽ നിന്ന് കിട്ടി. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അലക്സ് ആൻഡ് കമ്പനി അക്കൗണ്ട്. കറക്റ്റ് എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അലക്സ് ആൻഡ് കമ്പനി അക്കൗണ്ട്. എഴുതാം. എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതിയ കേട്ടോ. ക്യാഷ് കിട്ടിയത് കൊണ്ട് ക്യാഷ് ഡെബിറ്റ് ചെയ്തു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ആരുടെ കയ്യിൽ നിന്ന് കിട്ടി? അലക്സ് ആൻഡ് കമ്പനി. അലക്സ് ആൻഡ് കമ്പനി അക്കൗണ്ട്. എമൗണ്ട് എത്ര കിട്ടിയിട്ടുള്ളത്? 3000. 3000. ഓക്കെ. ഇനി എന്താണ് റോങ് എൻട്രി വന്നിട്ടുള്ളത്? തെറ്റെന്ന് സംഭവിച്ചു. ഇത് ആരുടെ കയ്യിൽ നിന്ന് കിട്ടിയ പോലെ കാണിച്ചു? ആലിയസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ പോലെ കാണിച്ചു അല്ലേ? റോങ് എൻട്രി എന്താണ്? ക്യാഷ് കിട്ടി തന്നെ പറഞ്ഞത്. റോങ് എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. Cash account debtor to Alice and Company. Alice and Company.
എമൗണ്ട് എത്രയായിരുന്നു? എമൗണ്ട് വ്യത്യാസമൊന്നുമില്ല അല്ലെ, 3000 തന്നെ. 3000 രൂപയാണ് തെറ്റായിട്ട് കാണിച്ചിട്ടുള്ളത്. ഇനി നോക്കുക, റെക്ടിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റെക്ടിഫിക്കേഷനിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും കമ്പയർ ചെയ്യണം. മൂന്നാമത്തെ എന്ത് ചെയ്യണം? റെക്ടിഫിക്കേഷൻ എൻട്രി. അവിടേക്ക് പോകുമ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും നോക്കുക. ഫസ്റ്റ് എന്താ ഡെബിറ്റ് വന്നിട്ടുള്ളത്? കറക്റ്റ് ഉണ്ടെങ്കിൽ Cash ഡെബിറ്റ് എന്താണ്? account. ക്യാഷ് അക്കൗണ്ട് Cash. ഡെറ്റർ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എന്നുള്ളതാണ് അല്ലേ. ഇവിടെ എന്താ വന്നിട്ടുള്ളത്? Alice and ക്യാഷ് അക്കൗണ്ട് Company. ഡെറ്റർ. എമൗണ്ട് സെയിം അല്ലേ? എമൗണ്ട് 3000, ഇവിടെയും 3000. വല്ല വ്യത്യാസം ഉണ്ടോ? ഒരു വ്യത്യാസം ഇല്ല. ഇല്ല. അപ്പൊ ഇതെന്താണ്? ഇത് ശരിയാണ് അല്ലെ. ശരിയാണ്. അവിടെ വ്യത്യാസം വരുന്നുണ്ട്, ശരിയാണ്. ക്രെഡിറ്റ് നോക്കാം. ടു അലക്സ് ആൻഡ് കമ്പനി. ടു അലക്സ് ആൻഡ് കമ്പനി എന്ന ക്രെഡിറ്റ് വന്നിട്ടുള്ളത്. ഇവിടെ എന്താ വന്നിട്ടുള്ളത്? റോങ് എൻട്രിയിൽ ടു ആലീസ് ആൻഡ് ആലീസ് ആൻഡ് കമ്പനി. കമ്പനി. Alice and അത് Company തെറ്റാണ് account. അല്ലെ. ആ അക്കൗണ്ടിന്റെ പേര് തെറ്റാണ്. എമൗണ്ട് വ്യത്യാസം ഉണ്ടോ? 3000 എന്നുള്ളത് 3000 വ്യത്യാസം ഉണ്ടോ? എമൗണ്ടിൽ ഇല്ല. വേറെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല, പക്ഷെ അക്കൗണ്ട് മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ക്രെഡിറ്റിൽ ഇരിക്കുന്ന ആളാണ് അവിടെ വരാൻ പാടില്ലാത്ത ആളല്ലേ. അയാളെ അവിടെ നിന്ന് നൈസ് ആയിട്ട് എന്ത് ചെയ്യാ? പറഞ്ഞുവിടുക, ഇറങ്ങിപ്പോയിക്കോന്ന് പറയാ. അവിടെ പറഞ്ഞ് ആ ഇറങ്ങിപ്പോയി കഴിഞ്ഞാല് അവിടെ അയാളെ എവിടേക്ക് കൊണ്ടുപോകണം? അയാൾ എവിടെയുള്ള ആളാണ്? Debit കൊണ്ടുപോവാ. അയാളെ ക്രെഡിറ്റിന് ഇറക്കിയിട്ട് അയാൾ എവിടേക്ക് പോവാം? ഡെബിറ്റിലേക്ക് പോവാ അല്ലെ. അപ്പൊ അയാൾ ഡെബിറ്റിലേക്ക് പോകണം. ഡെബിറ്റിലേക്ക് പോകുമ്പോ ഈ സ്ഥലം വേക്കന്റ്. എവിടേക്ക് ആര് വരും? അലക്സ്. അവിടേക്ക് വരും ആര്? അലക്സ് വരും. അപ്പൊ ആര് ഡെബിറ്റ്? ആലീസിന് ഡെബിറ്റ് ചെയ്യണല്ലേ. ആലീസിന് ഡെബിറ്റ് ചെയ്യണം. അവിടേക്ക് ആരാണ് ഒറിജിനൽ ആയിട്ട് വരേണ്ടത്? ആ ആളിനെ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് കൊണ്ടുവരണം. അവിടേക്ക് ആരാണ് ഒറിജിനൽ ആയിട്ട് വരേണ്ടത്? അയാൾ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ ആരാ വരേണ്ടത്? അലക്സ് ആണ് വരേണ്ടത്. അപ്പൊ എന്തായാലും ജേണൽ എൻട്രി ആദ്യം ഡെബിറ്റ് എഴുതുക. ഡെബിറ്റ് ചെയ്തത് ആരാണ്? ആലീസ് ആൻഡ് കമ്പനി അല്ലേ. ആലീസ് ആൻഡ് കമ്പനി അക്കൗണ്ട് ഡെറ്റർ ടു ഏതാണ്? ആരാ വരേണ്ടത്? അലക്സ്. Alex. ആൻഡ് കമ്പനി അക്കൗണ്ട്. എമൗണ്ട് എത്രയാണ്? സെയിം എമൗണ്ട് 3000. 1000. Alice and company account debtor to Alex and company account 3000. Okay. Next നോക്കൂ. അടുത്ത് പറയും. അടുത്ത ഏതാണ്? 7th one. 7th one എന്തായിരുന്നു? Purchase of goods from David amount to rupees 30,000 has been wrongly passed through the sales book. ഡേവിഡിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്താണ് അല്ലേ. പർച്ചേസ് ചെയ്ത് എന്ത് ചെയ്തു? അറിയാതെ സെയിൽസ് ആയിട്ട് കാണിച്ചു. അതാണ് പറഞ്ഞത്. പർച്ചേസ് ചെയ്തത് സെയിൽ ആയിട്ട് കാണിച്ചു. അപ്പൊ കറക്റ്റ് എൻട്രി പറയും. എന്താ കറക്റ്റ് എൻട്രി വരിക? പർച്ചേസ് ചെയ്തു. ആരുടെ കയ്യിൽ നിന്ന്? ഡേവിഡിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു. കറക്റ്റ് എൻട്രി പറയും. പർച്ചേസ് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് പർച്ചേസിന് ഡെബിറ്റ് ചെയ്യണം. ഡേവിഡിന്റെ കയ്യിൽ നിന്ന് കടത്തിന് വാങ്ങിയതല്ലേ, അപ്പൊ ക്രെഡിറ്റ് ലയബിലിറ്റി ആണ്. ലയബിലിറ്റി വരുന്നതുകൊണ്ട് എന്ത് ചെയ്യണം? അത് ക്രെഡിറ്റ് ചെയ്യണം. പർച്ചേസ് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ്. ഡേവിഡ് എന്താണ്? ലയബിലിറ്റി ആണ്, അതുകൊണ്ട് ക്രെഡിറ്റ്. സോ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡേവിഡ് അക്കൗണ്ട്. ഓക്കെ. എമൗണ്ട് എത്രയായിരുന്നു? 30,000 അല്ലേ. 30,000. റോങ് എൻട്രി എന്ത് സംഭവിച്ചു? അറിയാതെ നമ്മൾ സെയിൽസ് ആയിട്ട് എഴുതി. സെയിൽസ് ആണ് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? എന്തായാലും എൻട്രി വന്നിട്ടുണ്ടാവുക? സെയിൽസ് അക്കൗണ്ട് ഡേവിഡ് അക്കൗണ്ട്. സെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ഡേവിഡിന് വിറ്റ പോലെ കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ടാവും എൻട്രി? ഡേവിഡ് അക്കൗണ്ട് ഡേവിഡ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. സെയിൽസ് ആണെങ്കിൽ അപ്പൊ സെയിൽസിന് ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. സെയിൽസ് ഇൻകാണ്, ഇൻകത്തിന് ക്രെഡിറ്റ് ചെയ്യണം. ഡെബിറ്റ് ചെയ്യണ ഇയാളെ ക്യാഷ് ഇങ്ങോട്ട് തരാനുള്ള പോലെ കാണിച്ചിട്ടുണ്ടാവും. ഡേവിഡ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്.
റോങ് എൻട്രി എഴുതപ്പോ ഡേവിഡ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. amount 30,000. ഓക്കെ, ഈ റെക്ടിഫിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? റെക്ടിഫിക്കേഷൻ സമയത്ത് എന്ത് ചെയ്യണം? രണ്ട് കമ്പയർ ചെയ്യാം. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ 30,000, അവിടെ റോങ് എൻട്രിയിൽ എന്ത് വന്നിട്ടുണ്ട് നോക്കൂ. റോങ് എൻട്രിയിൽ എന്താ വന്നിട്ടുള്ളത്? ഡേവിഡ് അക്കൗണ്ട് ഡെറ്റർ 30,000. ശരിയാണോ? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ 30,000. ഓക്കെ, അതിന് പകരം ഡേവിഡ് അക്കൗണ്ട് ഡെറ്റർ 30,000. ശരിയാണോ? അല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇത് തെറ്റാണല്ലേ? തെറ്റ് ഇൻറ്റു മാർക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ടു ഡേവിഡ് അക്കൗണ്ട് 30,000. ക്രെഡിറ്റ് നോക്കുക. ടു ഡേവിഡ് അക്കൗണ്ട് 30,000. ഇവിടെ എന്ത് വന്നു? ടു സെയിൽസ് അക്കൗണ്ട് 30,000. രണ്ടാമത് ക്രെഡിറ്റ് നോക്കുമ്പോൾ ഒറിജിനൽ ക്രെഡിറ്റ് എന്താ വരുന്നത്? ശരിക്ക് ടു ഡേവിഡ് അക്കൗണ്ട് 30,000 എന്നാ. റോങ് എൻട്രിയിൽ എന്ത് വന്നു? ടു സെയിൽസ് അക്കൗണ്ട് 30,000. അത് ശരിയാണോ? അത് ശരിയല്ല. അപ്പൊ അതും തെറ്റാണ് അല്ലെ? അപ്പൊ ഡെബിറ്റും തെറ്റാണ്, ക്രെഡിറ്റും തെറ്റാണ് ആണല്ലോ. ഡെബിറ്റിലും തെറ്റ് വന്നു, ക്രെഡിറ്റിലും തെറ്റ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാം എന്ത് ചെയ്യണം. അപ്പോ ഡേവിഡ് അക്കൗണ്ട് ഡെറ്റർ തെറ്റാണ്. അപ്പൊ എന്ത് ചെയ്യണം? അതിനെ ഇവിടെ തെറ്റാണെങ്കിൽ അത് തിരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം അല്ലേ? എത്ര എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം? എത്ര എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം? 30,000. ഇവിടെ കാണിക്കുന്ന ഈ ഇത്ര എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ശരിയാണല്ലോ. അവിടേക്ക് ആര് വരണം? അവിടെ ഡേവിഡിനെ ഇറക്കി വിടുക. ഡേവിഡ് തെറ്റായി ഡെബിറ്റ് വന്നു, അവിടെ ഡേവിഡിനെ ഇറക്കി വിടുന്നു. എവിടേക്ക്? ക്രെഡിറ്റിലേക്ക് വിടുന്നു. ക്രെഡിറ്റിലേക്ക് വിടുന്നത് 30,000 രൂപയാണ്. അപ്പൊ ആ സ്ഥലത്തേക്ക് ആര് വരും? സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് ആണ് വരിക. ശരിക്കും ഡെബിറ്റ് ആണ് വരേണ്ടത്, അവിടേക്ക് അയാൾ വരണം അല്ലേ? ആരാണ്? പർച്ചേസ് അല്ലേ ശരിക്കും വരേണ്ട ആള്. പർച്ചേസ് എവിടേക്ക് വരും? ഈ ഡെബിറ്റ് സ്ഥലത്തേക്ക് വരും. എത്ര പർച്ചേസിന്റെ എമൗണ്ട്? 30,000 രൂപ അവിടെ ഡെബിറ്റ് വന്നു. ഓക്കെ, ഇനി അപ്പൊ ഡെബിറ്റിന്റെ ഭാഗം ക്ലിയർ ആയില്ലേ? ഡെബിറ്റിന്റെ ഭാഗം ക്ലിയർ ആയല്ലോ അല്ലെ? അവിടെ തെറ്റായ ആളെ ഇറക്കി വിട്ടു, ശരിയായ ആളെ അവിടെ കൊണ്ടു വെച്ചു. ഓക്കെ, അത് മാത്രമല്ല തെറ്റ്. ഇനി എവിടെയും തെറ്റുണ്ട്, ക്രെഡിറ്റിലും തെറ്റുണ്ട്. അതുകൂടി നോക്കിയിട്ട് വേണം നമ്മൾ റെക്ടിഫിക്കേഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. ക്രെഡിറ്റിൽ എന്താ വന്നിട്ടുള്ളത്? ടു സെയിൽസ് അക്കൗണ്ട് എന്നാണ്. ടു സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് അക്കൗണ്ട് എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു അല്ലേ? അത് തെറ്റാണ്. അപ്പൊ സെയിൽസ് അക്കൗണ്ടിന് എവിടെ നിന്ന് എന്ത് ചെയ്യണം? ഇറക്കി വിടണം. എവിടേക്ക് വിടണം? നമുക്ക് സെയിൽസിന് എങ്ങോട്ട് വിടണം? സെയിൽസ് ക്രെഡിറ്റ് ആവാൻ വന്നിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? തെറ്റ് തിരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്രെഡിറ്റിലാണ് കിടക്കുന്നത്. ക്രെഡിറ്റ് കിടക്കുന്നത് തെറ്റാണെങ്കിൽ എന്ത് ചെയ്യണം? അതിന് ഡെബിറ്റ് ചെയ്യണം അല്ലേ? അതിന് ഡെബിറ്റ് ചെയ്യുമ്പോൾ സെയിൽസ് അക്കൗണ്ട് ഡെബിറ്റിലേക്ക് പോകണം. എത്ര എമൗണ്ട് പോകണം? ഇവിടെ എത്ര എമൗണ്ട് കാണിച്ചില്ല? എത്ര എമൗണ്ട്? 30,000 ആണ് അല്ലേ? 30,000 റുപ്പീസ് എവിടേക്ക് പോകണം? സെയിൽസിന് ഡെബിറ്റിലേക്ക് പോകണം. ഇനി പകരം അവിടേക്ക് ആര് വരണം? അവിടെ ആരാണ് ശരിക്കും വരേണ്ട ആള്? ഡേവിഡ് വരണ്ടേ ഇല്ലേ? ഡേവിഡ് അവിടേക്ക് ക്രെഡിറ്റിലേക്ക് വരണം. ഓക്കെ, ഡേവിഡ് ക്രെഡിറ്റിൽ കാണിക്കണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഡേവിഡ് ഡെബിറ്റിന്ന് പുറത്താക്കാൻ ഒരു ക്രെഡിറ്റ് 30,000 വന്നു. ഇനി ഡേവിഡിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴും ഒരു ക്രെഡിറ്റ് 30,000 വരുന്നുണ്ട്. ശരിയാണോ അല്ലെ? ഡേവിഡിന് ആ ഡെബിറ്റ് ചെയ്ത് അത് തെറ്റായിരുന്നു. അത് തിരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അയാളെ ക്രെഡിറ്റ് ചെയ്യണം 30,000 കൊണ്ട്. ഇനി ശരിയായ സ്ഥലത്തേക്ക് ആര് വരണം? ഡേവിഡ് അക്കൗണ്ട് വരണ്ടേ? ഡേവിഡ് അക്കൗണ്ട് വരണമെങ്കിൽ വീണ്ടും 30,000 കൊണ്ട് ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ടോട്ടൽ ഡേവിഡിന് എത്ര ക്രെഡിറ്റ് വന്നു? 60,000. 30,000 പ്ലസ് 30,000 60,000 രൂപ ഡേവിഡിന് എന്ത് ചെയ്തത്? ക്രെഡിറ്റ് വന്നിട്ടുണ്ട്. ആരൊക്കെ ഡെബിറ്റ് പറഞ്ഞിട്ടുള്ളത്? ഡെബിറ്റിൽ ആരൊക്കെ ഉണ്ടാവുക? പർച്ചേസിന് ഡെബിറ്റ് ചെയ്യണം പറഞ്ഞു അല്ലെ? ഇവിടെ കുറച്ച് പർച്ചേസിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു? സെയിൽസ് ക്രെഡിറ്റ് ആണ്, തെറ്റ് തിരുത്തണമെങ്കിൽ സെയിൽസിന് ഡെബിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, ഒന്നുകൂടി നമുക്ക് നോക്കാട്ടോ. ഡേവിഡ് അക്കൗണ്ടിന് ഡെബിറ്റ് ആണ്, അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു?
ഡേവിഡ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. അത് ആ ക്രെഡിറ്റ് ചെയ്യുന്ന 30,000 എമൗണ്ട് ആണ്. അവിടേക്ക് ആര് വരും? പർച്ചേസ് അക്കൗണ്ട് വരും. അപ്പൊ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ആണ്. പർച്ചേസിന് ഡെബിറ്റ് ആണ്. കാരണം എന്താ? അവിടെ ഒറിജിനൽ ആയിട്ട് വരേണ്ട പർച്ചേസ് അക്കൗണ്ട് ആണ്. ഫസ്റ്റ് ഡെബിറ്റ് കൊടുക്കുക പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് എത്രയായിരുന്നു? 30,000. ഓക്കെ, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ 30,000. ഇനി അവിടെ ശരിക്കാരെ ക്രെഡിറ്റ് നോക്കുക. അതിൽ ശരിക്കും അവിടെ എന്ത് ചെയ്യണം? ആ ഡെബിറ്റിലേക്ക് വരുമ്പോൾ ഡേവിഡിനെ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ? ഞാൻ കുറച്ച് സ്ഥലം വിടുന്നുണ്ട്. അവിടെ ഒരു എമൗണ്ട് എഴുതാനുള്ള സ്ഥലം വിടുന്നുണ്ട്. ടു ഡേവിഡ് എന്ത് വരും? ടു ഡേവിഡ് എന്നുള്ളത് 30,000 വരണം. ഇത് എഴുതാൻ പറ്റട്ടോ, ആ കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ടു ഡേവിഡ് അക്കൗണ്ട് എന്നുള്ളത് ഇപ്പൊ എന്ത് വരും? ഡെബിറ്റിൽ ആ തെറ്റായ ഡേവിഡിനെ തിരുത്താൻ വേണ്ടി 30,000 അവിടെ വരണം. എഴുതാൻ പറ്റട്ടോ, എഴുതരുത്. 30,000 രൂപ എമൗണ്ട് വരണം. ഓക്കെ, ടു ഡേവിഡ് അക്കൗണ്ട് 30,000 ക്രെഡിറ്റ് വരണം. ഇനി ക്രെഡിറ്റിൽ ആരാ ഉള്ളത്? ക്രെഡിറ്റ് ഇവിടെ കാണുന്നത് സെയിൽസ് ആണ്. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത് കുറച്ച് ഡിലേ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? ക്രെഡിറ്റിൽ കാണുന്നത് ടു സെയിൽസ് ആണ് അല്ലേ? സെയിൽസ് ക്രെഡിറ്റിലാണ്, തെറ്റാണ്. അവിടെ എന്ത് വരണം? അവിടെ ആ സെയിൽസ് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. തെറ്റായ സെയിൽസിന്റെ മാറ്റണമെങ്കിൽ അവിടെ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ. പർച്ചേസ് അക്കൗണ്ട് താഴെ എന്ത് വരും? സെയിൽസ് അക്കൗണ്ട് കൂടി ഡെബിറ്റ് ചെയ്യണം. സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ. ഓക്കെ, 30,000. അവിടേക്ക് ശരിക്കാര് വരണം? അവിടേക്ക് ശരിക്കാര് വരണം? സെയിൽസിനെ ക്രെഡിറ്റിന് ഇറക്കി വിട്ടു. അവിടെ ശരിക്കാര് വരും? ആ, ശരിക്കും ഒറിജിനൽ എൻട്രിയിൽ ആരാളുള്ളത്? ഡേവിഡ് അക്കൗണ്ട് ഉള്ളത്. ആ ഡേവിഡിനെ എന്ത് ചെയ്തു? നമ്മൾ ക്രെഡിറ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ വീണ്ടും ടു ഡേവിഡ് അക്കൗണ്ട് വരണം അല്ലേ? വീണ്ടും ടു ഡേവിഡ് അക്കൗണ്ട്. അത് ഓൾറെഡി ടു ഡേവിഡ് അക്കൗണ്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ 30,000 കിടക്കുന്നുണ്ട്. അപ്പൊ 30,000 കൂട്ടി കൊടുത്താൽ മതിയില്ല ഞാന് അല്ലേ? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ, സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡേവിഡ് അക്കൗണ്ട്. ഡേവിഡ് അക്കൗണ്ടിൽ പഴയ 30,000 കിടക്കുന്നുണ്ട്. ആ 30,000 ഞാൻ എന്ത് ചെയ്തു? വീണ്ടും ഒരു 30,000 കൂടി ഇട്ട് കൊടുത്തു. അല്ലെങ്കിൽ 2 പ്രാവശ്യം ടു ഡേവിഡ് അക്കൗണ്ടിന് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. അതിലേക്ക് എന്ത് ചെയ്തു? ആ 30,000 കൂടെ ഒരു 30,000 കൂട്ടി എത്രയായി? ഇതിന് 60,000 രൂപയാക്കി. ഓക്കെ, അപ്പൊ എത്രയായി? ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയില്ലേ? സ്ക്രീന് കുറച്ച് ഡിലേ ആവുന്നുണ്ട് തോന്നുന്നു എനിക്ക്. ഞാൻ ഷെയർ ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് കാണും അല്ലേ? ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് കണക്ഷൻ മാറ്റാൻ നോക്കട്ടെ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, റെഡി ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടോട്ടൽ എത്ര വരുന്നത്? ടു ഡേവിഡ് അക്കൗണ്ട് എത്ര വരുന്നുണ്ട്? 60,000 റുപ്പീസ്. ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഡെബിറ്റും തെറ്റാണ്, ക്രെഡിറ്റും തെറ്റാണ്. അതില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണുള്ളത്. ആർക്കെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ പറയാം കേട്ടോ. ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. ഇനി എക്സ്പ്ലെയിൻ ചെയ്യണം ഞാന്? വേണ്ട. ആർക്കെങ്കിലും ഇനി മനസ്സിലാവാത്തന്നെ ചോദിക്കുക കേട്ടോ. ഒന്നും കൂടി പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. എല്ലാവരും ക്ലിയർ ആണല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ ചോദിക്കണ്ടോ. നമ്മൾ മടിച്ചിരുന്ന കാര്യമില്ല. എന്നാ പറഞ്ഞു, ഇനി നമുക്ക് ആ ഒരു ഡിഗ്രി ലെവലിലുള്ള ആ ഒരു അപ്രോച്ച് അല്ല ഇവിടെ. അതുകൊണ്ട് ഏത് ഡൗട്ടിനെ ക്ലിയർ ചെയ്യാന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്തതിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 8.1 ആണോ? ആരെങ്കിലും വായിക്കൂ. Credit sale of goods of rupees 25,000 to Martin has been wrongly passed through purchase book. എന്തായിരുന്നു? മാർട്ടിൻ എന്ത് ചെയ്തു?
ക്രെഡിറ്റ് സെയിൽ ആണ് അല്ലേ? ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ് ഓഫ് റുപ്പീസ് 25,000 ആണോ? 25,000. യെസ്. അതെ. മാർട്ടിൻ എന്ത് ചെയ്തു? 25,000 രൂപയുടെ സാധനം കടത്തിന് കൊടുത്തു. അത് നമ്മൾ എന്ത് ചെയ്തു? റോങ്ലി പാസ് ടു പർച്ചേസ് ബുക്കിലൂടെ പാസ് ചെയ്തു. അതായത് പർച്ചേസ് ആയതുപോലെ കാണിച്ചു. ക്രെഡിറ്റ് സെയിൽസിന് എന്ത് ചെയ്തു? പർച്ചേസ് പോലെ കാണിച്ചു. തെറ്റാണ് അല്ലേ? അപ്പൊ എന്താണ് നമ്മൾ ശരിയായിട്ട് എഴുതേണ്ട എൻട്രി എന്തായിരുന്നു? കറക്റ്റ് എൻട്രി എന്തായിരുന്നു ശരിക്കും എഴുതേണ്ടത്? മാർട്ടിന്റെ സെയിൽ ചെയ്തതാണ്. മാർട്ടിൻ സെയിൽ ചെയ്തു. എന്താ എൻട്രി വരിക? മാർട്ടിൻ അക്കൗണ്ട് അറ്റ് സെയിൽസ്. മാർട്ടിൻ സെയിൽ ചെയ്ത് അയാളെ കയ്യിൽ ക്യാഷ് കിട്ടിയിട്ടെന്ന് പറഞ്ഞിട്ടില്ല അല്ലെ? അയാൾ കടത്തിന് കൊടുത്തതാണ്. അപ്പൊ അയാൾ നമ്മൾ ഡെറ്റർ ആണ്, അയാൾ നമ്മൾ അസറ്റ് ആണ് അല്ലെ? അസറ്റ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. മാർട്ടിനെ ഡെബിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് തരാനുള്ള ആളാണ്, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. നമ്മൾ അങ്ങോട്ട് സെയിലാണ് അല്ലെ? സെയിലാണ്, ഇൻകാണ്. ഇൻകത്തിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സോ മാർട്ടിൻ അക്കൗണ്ട് ഡെറ്റർ, മാർട്ടിൻ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ഓക്കെ, മാർട്ടിൻ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. എമൗണ്ട് എത്രയായിരുന്നു? 25,000 അല്ലേ? ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്തായിരുന്നു റോങ് എൻട്രി വന്നത്? എന്തായിരുന്നു റോങ് എൻട്രി? അത് നമ്മൾ എന്തായിട്ട് കാണിച്ചു? പർച്ചേസ് ആയിട്ട് കാണിച്ചു. പർച്ചേസ് എപ്പോഴും എന്താണ്? എക്സ്പെൻസ് ആണ്. ഏതായിരിക്കും ഡെബിറ്റ് വന്നിട്ടുണ്ടാവുക? പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് എക്സ്പെൻസ് ആയതുകൊണ്ട് പർച്ചേസ് ഡെബിറ്റ്, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ഏത് വരും? ക്രെഡിറ്റ് ആയിട്ടുണ്ടാവുക? മാർട്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പോലെ കാണിക്കല്ലേ? മാർട്ടിൻ നമ്മൾ ക്യാഷ് കൊടുക്കാതെ പോലെ എഴുതിയിട്ടുണ്ടാവും അല്ലെ? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു മാർട്ടിൻ അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു മാർട്ടിൻ അക്കൗണ്ട്. ഓക്കെ, എമൗണ്ട് എത്രയായിരുന്നു? 25 തന്നെ അല്ലേ? അതിൽ വ്യത്യാസം ഒന്നും പറഞ്ഞിട്ടില്ല. 25,000. ഓക്കെ, ഇനി ഇതിന്റെ റെക്ടിഫിക്കേഷനിലേക്ക് പോവാന്നുണ്ടെങ്കിൽ എന്തൊക്കെ നോക്കണം നമ്മള്? കറക്റ്റ് എൻട്രിയിലും റോങ് എൻട്രിയിലും എന്തൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഓക്കെ, ഏതൊക്കെയാണ് നോക്കാം? ആദ്യം ഡെബിറ്റ് നോക്കാം. ഫസ്റ്റ് വൺ ഡെബിറ്റ്. മാർട്ടിൻ അക്കൗണ്ട് ഡെറ്റർ 25,000. അതിന് റോങ് എൻട്രിയിൽ എന്ത് വന്നു? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ 25,000. ശരിയാണോ? അല്ല, തെറ്റാണ് അല്ലേ? അപ്പൊ ഇൻഡു തെറ്റാണിത്. ഓക്കെ, നെക്സ്റ്റ് ടു സെയിൽസ് അക്കൗണ്ട് എന്ന ക്രെഡിറ്റ് വന്നിട്ടുള്ളത്, അത് ഇവിടെ എന്ത് വന്നു? ടു മാർട്ടിൻ അക്കൗണ്ട്. അതും തെറ്റാണ്. അപ്പൊ ഡെബിറ്റും തെറ്റാണ്, ക്രെഡിറ്റും തെറ്റാണ്. രണ്ടും നമുക്ക് വന്നത് തെറ്റാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് നോക്കുന്നത്. ഇവിടെ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ എന്നുള്ള പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് വന്നത് തെറ്റാണ്. നമ്മൾ പർച്ചേസ് അക്കൗണ്ട് അവിടെ വരാൻ പാടില്ല. ഡെബിറ്റ് സ്ഥലത്ത് മെയിനിൽ ഇയാളെ ഇറക്കി വിടാം. അയാളെ ഇടയ്ക്ക് വിടും. പർച്ചേസിനെ എങ്ങോട്ട് വിടും? ക്രെഡിറ്റിലേക്ക്. അപ്പൊ പർച്ചേസ് അക്കൗണ്ട് ക്രെഡിറ്റ് എത്ര വരണം? 25,000 അല്ലെ? പർച്ചേസ് അക്കൗണ്ട് ക്രെഡിറ്റ് 25,000. അപ്പൊ ജനറൽ ഒരു ഭാഗം എന്താണ്? ടു പർച്ചേസ് അക്കൗണ്ട് 25,000 എന്ന് വന്നു. അത് ഉറപ്പിച്ചു. അവിടെ ആരാണ് വേക്കന്റ് ആയിട്ട്? ആ സീറ്റ് വേക്കന്റ്, ഡെബിറ്റിന് സീറ്റ് വേക്കന്റ്. അവിടേക്ക് ആര് വരും? മാർട്ടിനാണ് ശരിക്കും വരേണ്ട ആള് അല്ലേ? ആ മാർട്ടിൻ എന്ത് ചെയ്യുക? അങ്ങോട്ട് കൊടുന്ന് വെക്കുക. മാർട്ടിൻ അക്കൗണ്ട് 25,000. മാർട്ടിൻ ഡെബിറ്റ് എത്ര വന്നു? 25,000. മാർട്ടിന്റെ ഡെബിറ്റ് 25,000 അവിടെ വന്നു. ഓക്കെ, ഇനി അപ്പൊ ഡെബിറ്റിന്റെ ഭാഗം ക്ലിയർ ആയി. അവിടുന്ന് വേണ്ടാത്ത ആളെ ഇറക്കി വിട്ടു, ശരിക്കും വേണ്ട ആളെ അവിടെ കൊടുന്ന് വെച്ചു. ഓക്കെ, ഇനി ഇവിടെ നെക്സ്റ്റ് ക്രെഡിറ്റ് സൈഡ് നോക്കാം. ക്രെഡിറ്റിന് തെറ്റായതുകൊണ്ട് ടു മാർട്ടിൻ അക്കൗണ്ട്, അതായത് മാർട്ടിനെ ക്രെഡിറ്റ് ചെയ്തു. അവിടെ ശരിക്കും വരേണ്ടത് ആരാ? ടു സെയിൽസ് ആയിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ ഇയാളെ ഈ ക്രെഡിറ്റിലുള്ള ആളെ ഇറക്കി വിടണം. മാർട്ടിനെ അവിടെ നിന്ന് ഇറക്കി വിടണം. എങ്ങോട്ട് വിടും? വിടില്ലേ? മാർട്ടിനെ ഡെബിറ്റ് ചെയ്യണം. നേരത്തെ ഞാൻ എന്താ പറഞ്ഞത്? കറക്റ്റ് സ്ഥലത്തേക്ക് മാർട്ടിൻ ഡെബിറ്റ് ചെയ്യാം. ഈ തെറ്റ് തിരുത്താനും മാർട്ടിൻ ഡെബിറ്റ് ചെയ്യാം. അപ്പൊ മാർട്ടിൻ 2 ഡെബിറ്റ് വന്നില്ലേ? അല്ലേ? മാർട്ടിൻ നേരത്തെ 25,000 ഡെബിറ്റ് പറഞ്ഞു, വീണ്ടും പറഞ്ഞു ഇയാളെ ഡെബിറ്റ് ചെയ്യണം 25,000. അപ്പൊ മാർട്ടിൻ എത്ര കൊണ്ട് ടോട്ടൽ ഡെബിറ്റ് വരണം? 50,000. ടോട്ടൽ ആദ്യത്തെ 25,000 രണ്ടാമത് പറഞ്ഞ 25,000. അപ്പൊ ടോട്ടൽ എത്ര വരണം? 50,000 റുപ്പീസ്
നമുക്ക് ഡെബിറ്റ് വരണം. ഇനി ഇയാളുടെ അവിടെ ഇറക്കി വിടാനാണ് 25,000 ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. അവിടേക്ക് ശരിക്കും ആര് വരണം? സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് അക്കൗണ്ട് എന്ത് ചെയ്യണം? 25,000 എന്നുള്ള ആള് അങ്ങോട്ട് വരണം അല്ലേ? സെയിൽസ് അക്കൗണ്ട് വരണം. ഓക്കെ, അപ്പൊ അയാൾ അങ്ങോട്ട് കൊണ്ടുവരാം. സെയിൽസിന് എന്ത് ചെയ്യുക? അതിന് ഒറിജിനൽ സ്ഥലം ഏതാണോ അങ്ങോട്ട് കൊണ്ടുവരിക. സെയിൽസിന് ഈ ഭാഗത്തും ഉണ്ട്. അപ്പൊ എന്തായാലും ജേണലുണ്ട്. ജേണലുണ്ട് എന്താ പറഞ്ഞത്? മാർട്ടിനെ ഡെബിറ്റ് ചെയ്യുക അല്ലെ? പർച്ചേസിന്റെ സ്ഥലത്തേക്ക് മാർട്ടിനെ കൊണ്ടുവരിക. മാർട്ടിന് ഡെബിറ്റ് 2 ഡെബിറ്റ് പറഞ്ഞായിരുന്നു, 25 + 25. മാർട്ടിന്റെ അക്കൗണ്ട് ഡെറ്റർ 50,000 അല്ലെ? എഴുതാട്ടോ, മാർട്ടിൻ അക്കൗണ്ട് ഡെറ്റർ 50,000. എങ്ങനെയാണിത്? 25 + 25 ആണിത്. ഇനി എന്ത് ചെയ്യണം? പർച്ചേസ് ഡെബിറ്റ് വന്നിട്ടുണ്ട്, അത് തെറ്റിദ്ധരിച്ചാൽ എന്ത് ചെയ്തു? പർച്ചേസിനെ ക്രെഡിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പർച്ചേസ് ക്രെഡിറ്റ് ടു പർച്ചേസ് അക്കൗണ്ട്, ടു പർച്ചേസ് അക്കൗണ്ട്. എത്ര എമൗണ്ട്? 25,000. അത് മാത്രമല്ല എന്ത് ചെയ്യണം? ഇവിടെ മാർട്ടിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടേക്ക് ഒറിജിനൽ ആയിട്ടുള്ള ആൾ വരണല്ലേ? ഒറിജിനൽ ആരാണുള്ളത്? ടു സെയിൽസ് എന്നാ വരണം. അപ്പൊ എഗെയിൻ അത് ടു സെയിൽസ് കൂടി കാണിക്കാം. ടു സെയിൽസ് അക്കൗണ്ട്, ടു സെയിൽസ് അക്കൗണ്ട് 25,000. ഇത് ക്ലിയർ ആണല്ലോ? നരേഷൻ എന്താ നരേഷൻ കൊടുക്കാം? ബീയിങ് correction of wrong entry in purchase book for credit sale to Martin, അല്ലെങ്കിൽ being errors rectified in purchase book for credit sale to Martin അങ്ങനെ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത എന്ത് ചെയ്യണം? ഡൗട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. എനിക്കറിയില്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയ ഡൗട്ട് ഉണ്ടോന്ന്. ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കുക. അടുത്ത് നോക്കൂ. അടുത്ത എന്തായിരുന്നു? കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? ഇല്ല. ഇനി ഏതായിരുന്നു? സോൾഡ് ഓൾഡ് ഫർണിച്ചർ. ഓൾഡ് ഫർണിച്ചർ 4 പീസ് എത്രയായിരുന്നു? 3,000 passed through sales book. സോൾഡ് ഓൾഡ് ഫർണിച്ചർ 4 പീസ് 3,000 അല്ലേ? 3,000 രൂപക്ക് എന്ത് ചെയ്തു? ഫർണിച്ചർ വിറ്റിട്ടുണ്ട്. അതെന്ത് ചെയ്തു? സെയിൽസ് ബുക്കിലൂടെ കാണിച്ചു. ഫർണിച്ചർ വിറ്റ് നമ്മൾ സെയിൽസ് ആയിട്ട് എടുക്കുവോ? ബിസിനസ്സിലെ ഫർണിച്ചർ എന്നുള്ള എന്താ? സാധാരണ ബിസിനസ് അസറ്റ് ആയിട്ട് പറയുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ സാധനം വിറ്റ് കഴിഞ്ഞാല് അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? സെയിൽസ് അക്കൗണ്ട് കാണിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? അത് സെയിൽസ് ആയിട്ട് കാണിച്ചു. തെറ്റാണല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് എൻട്രി, റോങ് എൻട്രി, റെക്ടിഫിക്കേഷൻ, ഈ 3 ഭാഗത്തൂടെ പോണം. പോയി നോക്കാം. നമ്മൾ ഫസ്റ്റ് പറയും എന്താ കറക്റ്റ് എൻട്രി വരിക? ക്യാഷ് അക്കൗണ്ട് ടു ഫർണിച്ചർ അക്കൗണ്ട്. ക്യാഷ് നമുക്ക് കിട്ടും. ഫർണിച്ചർ വിറ്റാൽ എന്ത് ചെയ്യും? ക്യാഷ് കിട്ടും. പകരം നമ്മളതിന് അസറ്റ് പോകുന്നുണ്ട് അല്ലേ? ഏതാ അസറ്റ്? ഫർണിച്ചർ എന്ന അസറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഫർണിച്ചർ അക്കൗണ്ട്. Cash account debtor to furniture account. Amount എത്രയായിരുന്നു? 3,000 അല്ലേ? 3,000. 3,000. ഇനി റോങ് എൻട്രി എന്ത് വന്നു? അത് സെയിൽസ് ആയിട്ട് കാണിച്ചു അല്ലേ? സെയിൽസ് ബുക്കിൽ കാണിച്ചു. സെയിൽസ് വന്നു കഴിഞ്ഞപ്പോൾ ക്രെഡിറ്റ് ഏതായിരിക്കും? സെയിൽസ്. സെയിൽസ്. ക്യാഷ് കിട്ടി സെയിൽസ് വഴി എന്ന് പറയാ. ഫർണിച്ചർ വിറ്റിരുന്നല്ല പറയാ അല്ലെ? അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ സെയിൽസ് ഇൻകം ആണതുകൊണ്ട് എന്ത് ചെയ്യാ? സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യുക. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്.
Oh, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. എമൗണ്ട് എത്രയാണ് വരുന്നത്? സെയിം 3,000. എമൗണ്ട് 3000. ഓക്കെ, 3000 റുപ്പീസ്. ഇനി നോക്കുക, രണ്ടും കമ്പയർ ചെയ്യുക, എവിടെയാണ് തെറ്റ് വന്നിട്ടുള്ളത്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഫർണിച്ചർ അക്കൗണ്ട്, ഇതാണ് കറക്റ്റ് എൻട്രി. നോക്കാൻ ആദ്യം ഡെബിറ്റ് എടുക്കാം. ഡെബിറ്റിൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 3000. ഇതേ എമൗണ്ട് ആണോ ഇവിടെ വന്നിട്ടുള്ളത്? ഇതേ ഐറ്റം ആണോ റോങ് എൻട്രിയിൽ വന്നിട്ടുള്ളത്? അതെ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 3000 എന്നാണ്, ഒരു വ്യത്യാസവും ഇല്ല അല്ലേ? സോ അത് ശരിയാണ്, അതിലൊരു തെറ്റുമില്ല, നമ്മൾ ടിക്ക് മാർക്ക് ചെയ്തു. ദെൻ ക്രെഡിറ്റ് നോക്കുക, ടു ഫർണിച്ചർ അക്കൗണ്ട് എന്നാണ്. ടു ഫർണിച്ചർ അക്കൗണ്ട് 3000. ഇവിടെ എന്ത് വന്നു? ടു സെയിൽസ് അക്കൗണ്ട് 3000. ശരിയാണോ? അല്ല, തെറ്റാണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യുക? ജസ്റ്റ് ഇൻറ്റു മാർക്ക് കൊടുക്കുക. ആ ഇൻറ്റു മാർക്ക് നമ്മൾ തെറ്റ് തിരുത്താൻ പോകുന്നത്. എന്താ തെറ്റ് വന്നിട്ടുള്ളത്? ക്രെഡിറ്റിലാണ് തെറ്റ്. ടു സെയിൽസ് എന്നാണ് അല്ലേ? ടു സെയിൽസ് എന്നാണ്, ക്രെഡിറ്റിലാണ് തെറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ തെറ്റിന് ഇയാളെ അവിടെ ഇറക്കി വിടണം. എവിടേക്ക് ഇറക്കി വിടണം? ക്രെഡിറ്റിലാണ് എവിടേക്ക് ഇറക്കി വിടണം? ഡെബിറ്റിലേക്ക്. അപ്പൊ ഇയാൾ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഇയാൾ ഡെബിറ്റിലേക്ക് പോയാൽ അവിടെ ആ സ്ഥലം വേക്കന്റ് ആണ്, ക്രെഡിറ്റ് വേക്കന്റ് ആയി കിടക്കുക. അവിടേക്ക് ആര് വരും? ആരാണ് ശരിക്ക് വരേണ്ട ആളാരാ? ഫർണിച്ചർ ആണ് അല്ലേ? ആ ഫർണിച്ചർ വരും. അപ്പൊ ഡെബിറ്റ് ആരാണ്? സെയിൽസ്. അവിടേക്ക് ആര് വരും? ഈ ക്രെഡിറ്റിലേക്ക് വരുന്നത് ഫർണിച്ചർ അല്ലേ? സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു ഫർണിച്ചർ അക്കൗണ്ട്. ഓക്കെ, എഴുതാട്ടോ. സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു ഫർണിച്ചർ അക്കൗണ്ട്. എമൗണ്ട് 3000. സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു ഫർണിച്ചർ അക്കൗണ്ട്. Then last one എന്തായിരുന്നു? Paid rupees 5000 for installation of machinery, debited to wages account. എന്നൂടി പറയാം. Paid rupees 5000 for the installation of machinery, debited to wages account. എന്താണ് പറഞ്ഞിട്ടുള്ളത്? മെഷീനറിയുടെ ഇൻസ്റ്റാളേഷൻ വന്ന ചാർജാണ്. ആ ചാർജ് നമ്മൾ എന്ത് ചെയ്തു? വേജ് ആയിട്ട് കാണിച്ചു. ശരിയാ തെറ്റാ? തെറ്റാണ്. മെഷീനറിയുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റാളേഷൻ ചാർജ് നമ്മൾ എന്ത് ചെയ്യും? മെഷീനറി അക്കൗണ്ട് ചെയ്യും. അതിന് എന്ത് പറയാ? ക്യാപിറ്റലൈസ് ചെയ്യാന്ന് പറയില്ലേ? ക്യാപിറ്റലൈസ് എക്സ്പെൻസ്, ക്യാപിറ്റലൈസ്ഡ് എക്സ്പെൻഡിച്ചർ. മെഷീനറി ഫിക്സഡ് അസറ്റ് ആണ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇത്തരത്തിലുള്ള ചെലവുകൾ, അതിന് ട്രാൻസ്പോർട്ടേഷൻ ചാർജോ അല്ലെങ്കിൽ ഇൻസ്റ്റാളേഷൻ ചാർജോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അന്നേരം നമ്മൾ എന്ത് ചെയ്യും? ആ മെഷീനറിയുടെ വാല്യൂവിനോട് കൂടെ ആഡ് ചെയ്യും. അപ്പൊ ക്യാപിറ്റലൈസ് ചെയ്യും. അതായത് മെഷീനറി ആ എക്സ്പെൻസിന് പേര് എഴുതില്ല, പകരം എന്ത് ചെയ്യും? ആ മെഷീനറി അക്കൗണ്ടിലായിട്ട് കാണിക്കും. എന്താണ് എക്സ്പെൻസ് വരുന്നത്? കറക്റ്റ് എൻട്രി എന്തായിരിക്കും? മെഷീനറി അക്കൗണ്ട് ടു ക്യാഷ്. മെഷീനറി അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് എന്നാ കാണിക്കേണ്ടത് അല്ലേ? മെഷീനറി അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. അതിന് ഇവിടെ എന്ത് കാണിച്ചു പകരം? വേജസ് അക്കൗണ്ട് കാണിച്ചു. വേജസ് അക്കൗണ്ട് കാണിച്ചു. അത് നമുക്ക് കറക്റ്റ് എൻട്രി എഴുതാം. എന്നിട്ട് റോങ്ങിലേക്ക് വരാം. മെഷീനറി അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. മെഷീനറി അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. എമൗണ്ട് എത്രയായിരുന്നു? 5000. റോങ് എൻട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ റോങ്, അത് വേജ് ആയിട്ട് കാണിച്ചു. വേജ് എക്സ്പെൻസ് ആണ്, അപ്പോൾ എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? വേജസ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. വേജസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് 5000 അല്ലേ?
5,000 rupees. അപ്പോൾ നമ്മുടെ മുന്നിൽ കറക്റ്റ് എൻട്രി ഉണ്ട്, റോങ് എൻട്രി ഉണ്ട്. രണ്ടൊന്ന് കമ്പയർ ചെയ്യാം. എവിടെ തെറ്റ് വന്നിട്ടുള്ളത്? മെഷീനറി അക്കൗണ്ട് ഡെറ്റർ എന്ന് വരേണ്ട ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് വേജസ് അക്കൗണ്ട് ഡെറ്റർ അല്ലേ? മെഷീനറി അക്കൗണ്ട് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്, അത് വേജസ് അക്കൗണ്ട് ആയിട്ടുണ്ട്. തെറ്റാണ് അല്ലേ? ഇൻറ്റു മാർക്ക് ചെയ്തു. നെക്സ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട് 5,000 മാറ്റണ്ടോ? ഇല്ല. ടു ക്യാഷ് അക്കൗണ്ട് 5,000 ഒരു മാറ്റമില്ല, ടിക്ക് ചെയ്തു അല്ലേ? അപ്പൊ തെറ്റ് തിരുത്തണം. വേജസ് അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റിലാണ് തെറ്റ്, അയാൾ അവിടെ നിന്ന് ഇറക്കി വിടണം. എങ്ങോട്ട് വിടും? ക്രെഡിറ്റിലേക്ക്. വേജസിനെ ക്രെഡിറ്റിലേക്ക് കൊണ്ടുപോകും. അവിടെ ആ വേക്കന്റ് ആയ സ്ഥലത്തേക്ക് ആര് വരും? ആരാണോ കറക്റ്റ് ആയിട്ട് വരേണ്ട ആൾ ആരാ? മെഷീനറി എന്ത് ചെയ്യുക അല്ലെ? മെഷീനറി ഇങ്ങോട്ട് കൊണ്ടുവരിക. മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു വേജസ് അക്കൗണ്ട്. മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു വേജസ് അക്കൗണ്ട്. amount 5,000. Okay, machinery account debtor to wages account rupees 5,000. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു? നമുക്ക് ഇന്നതാണ് മിസ്റ്റേക്ക് എന്ന് മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യേണ്ടത്? ഈ കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടായിരിക്കെങ്കിലും പറഞ്ഞതിൽ എവിടെയെങ്കിലും? ഇല്ല, കറക്റ്റാണ്. ഓക്കെ, ഇനി അടുത്ത ഏരിയയിലേക്ക് പോവാണ് കേട്ടോ. അടുത്ത ഏരിയയിലേക്ക് പോകുമ്പോൾ നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനെ തെറ്റ് വന്നത് മനസ്സിലാവുന്നില്ല. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത ശേഷം എന്ത് ചെയ്ത്, അയ്യോ ടാലി ആവുന്നില്ല, ട്രയൽ ബാലൻസ് ടാലി ആവുന്നില്ല. ട്രയൽ ബാലൻസ് ടാലി ആവുന്നില്ല എന്ന അർത്ഥം എന്താ? എവിടെയോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്നല്ലേ? അല്ലെ? ട്രയൽ ബാലൻസ് ടാലി ആവുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തില്ലേ? ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആവണം. ഡെബിറ്റോ ക്രെഡിറ്റോ ഈക്വൽ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ എന്തോ തെറ്റുണ്ടെന്ന് മനസ്സിലാക്കും. തെറ്റുണ്ടെന്ന് മനസ്സിലാക്കാന്നുണ്ടെങ്കിൽ നമ്മൾ തിരുത്തണം അല്ലേ? തിരുത്താൻ പോകുന്നതിന് മുമ്പ് അപ്പൊ ട്രയൽ ബാലൻസ് ടാലി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അവിടെ സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. എക്സാമ്പിൾ കാണിച്ചു കേട്ടോ. ഞാൻ നോക്കുകയാണ്, ജസ്റ്റ് ഒരു ഫോർമാറ്റിൽ കാണിച്ചു തരാം എനിക്ക്. ട്രയൽ ബാലൻസ് ജസ്റ്റ് ഫോർമാറ്റ് അല്ലേ? അക്കൗണ്ട്സ് ഏതൊക്കെയാണ്, നെയിം ഓഫ് അക്കൗണ്ട്, അതേപോലെ തന്നെ ഡെബിറ്റ് എത്രയാണ്, ക്രെഡിറ്റ് എത്രയാണ്, ഇതാണ് കോളം വന്നിട്ടുള്ളത്. എക്സാമ്പിൾ ആയിട്ട് ക്യാഷ് കയ്യിൽ ഡെബിറ്റ് 10,000 രൂപയാണ് കാണിക്കുന്നത്. ഓക്കെ, ദെൻ ക്യാപിറ്റൽ ക്രെഡിറ്റ് 8,000. ബിൽഡിംഗ് 5,000. ബാങ്ക് ലോൺ 2,000. ഓക്കെ, ഇത്ര അക്കൗണ്ട് എൻ്റെ കയ്യിലുള്ളത് വിചാരിക്കട്ടോ. വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ല കേട്ടോ കാണാന്, സ്ക്രീനിൽ എഴുതുന്നതുകൊണ്ട്. അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കുക, ഇത്രയാണ് വന്നിട്ടുള്ളത്. ഡെബിറ്റിൽ എത്ര വന്നിട്ടുണ്ട്? 10,000 പ്ലസ് 5,000. ടോട്ടൽ എത്ര വരുന്നുണ്ട്? 15,000 വരുന്നുണ്ട്. ടോട്ടല് 15,000. ഓക്കെ, ക്രെഡിറ്റ് എത്ര വരുന്നത് നോക്കാം. 8,000 പ്ലസ് 2,000 എത്ര വരുന്നത്? 10,000 വരുന്നുള്ളൂ. ടാലി ആയിട്ടുണ്ടോ? ഇല്ല, ടാലി ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ടാലി ആക്കാന്നുണ്ടെങ്കിൽ എവിടെ കുറവുള്ളത്? എവിടെ എമൗണ്ട് കുറവ്? ക്രെഡിറ്റില്. ഇവിടെ എമൗണ്ട് കുറവുണ്ട്. ആ എമൗണ്ട് എത്ര കുറവുള്ളത്? 5,000 rupees. 5,000 rupees കുറവുണ്ട്.
₹5,000 കുറവുണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും പേരിന്റെ അക്കൗണ്ട് ഉണ്ടോ? ഏതെങ്കിലും അക്കൗണ്ട് ഉണ്ടോ? ഇല്ല. ഒരു അക്കൗണ്ടിൽ കാണിക്കാം. നമ്മുടെ കയ്യിലുള്ള എല്ലാ അക്കൗണ്ട്സും നമ്മൾ ട്രയൽ ബാലൻസ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഏത് അക്കൗണ്ട് അറിയാം? നമ്മളൊന്ന് തെരഞ്ഞു നോക്കി, പെട്ടെന്ന് കിട്ടിയിരുന്നില്ല. ആദ്യം ട്രയൽ ബാലൻസ് ടാലി അല്ലെങ്കിൽ നേരെ പോയിട്ട് ഇത് സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. ഒന്ന് തെരഞ്ഞു നോക്കും, അപ്പൊ കിട്ടുന്നില്ല. പിന്നെ നമുക്ക് നാളെ ചെയ്യാം. അപ്പൊ ഇന്ന് ട്രയൽ ബാലൻസ് ടാലി ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു എമൗണ്ട് കുറവുള്ള ഞാൻ അവിടെ ഇട്ട് കൊടുക്കണം. അതിന് നേരെ ഞാൻ എഴുതും ഇതെന്താണ്, എനിക്ക് തിരിച്ചു കിട്ടിയില്ല, എനിക്ക് അറിയാൻ പറ്റിയില്ല ഏതാണ് പ്രശ്നം എന്നുള്ളത്. അപ്പൊ അതൊരു സസ്പെൻസ് ആയിട്ട് കിടക്കുക. സസ്പെൻസ് അക്കൗണ്ട് എന്നാ പറയുക. എന്താണ്? സസ്പെൻസ് അക്കൗണ്ട്. ഓക്കെ, എന്ത് അക്കൗണ്ട് ആണ്? സസ്പെൻസ് അക്കൗണ്ട്. സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യും? എവിടെയാണ് ക്രെഡിറ്റില കുറവുണ്ടെങ്കിൽ ക്രെഡിറ്റ് ഇട്ട് കൊടുക്കും. നേരെ തിരിച്ചാന്ന് വിചാരിക്കുക. തിരിച്ചാണെങ്കിൽ എന്ത് ചെയ്യും? ഡെബിറ്റിലാ കുറവുണ്ടെങ്കിൽ ഡെബിറ്റ് ഇട്ട് കൊടുക്കും. എവിടെയാണോ കുറവ് ആ കുറവുള്ള ഭാഗത്ത് എന്ത് ചെയ്യും? എമൗണ്ട് ഇട്ട് കൊടുത്തിട്ട് അതിന് സസ്പെൻസ് അക്കൗണ്ട് തരും. ഇവിടെ ടാലി ആയില്ലേ? 10,000 പ്ലസ് 5,000 വന്നു അല്ലേ? 15,000 ആയി. അപ്പൊ ഈ ട്രയൽ ബാലൻസ് ടാലി ആയി. ഇനി എനിക്ക് നേരിട്ട് തെറ്റൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ ട്രയൽ ബാലൻസും ടാലി ആക്കി, തെറ്റൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ തെറ്റ് തിരുത്തണം. അപ്പൊ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ട്രയൽ ബാലൻസ് ടാലി അല്ലാത്തത് കൊണ്ട് നിങ്ങൾ സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ഇനി എന്ത് തെറ്റ് തിരുത്തണമെങ്കിലും ആര് വരണം? പുതിയൊരാള് നമുക്ക് വന്നിട്ടില്ലേ സസ്പെൻസ് അക്കൗണ്ട്. ഇനി എവിടെ തെറ്റ് തിരുത്തില്ല? സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് തെറ്റ് തിരുത്തണമെങ്കിൽ അവിടെ ആരുടെ ഹെൽപ്പ് വേണം? സസ്പെൻസ് അക്കൗണ്ടിന്റെ ഹെൽപ്പ് വേണം. അയാളില്ലാതെ എന്തില്ല, നമുക്ക് തെറ്റ് തിരുത്താൻ പറ്റില്ല. കാരണം ഇവിടെ തെറ്റുള്ള എമൗണ്ട് ആരെ ഏറ്റെടുത്തത്? അത്രയും എമൗണ്ട് കുറവുണ്ട്. അത് ആരെ ഏറ്റെടുത്തു? അതിന്റെ ഉത്തരവാദിത്തം ആരെ ഏറ്റെടുത്തു? സസ്പെൻസ് അക്കൗണ്ട് ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി ആ തെറ്റുകൾ തിരുത്തണമെങ്കിൽ ആര് വേണം? സസ്പെൻസ് അക്കൗണ്ട് വേണം. ഓക്കെ, അപ്പൊ ഒരിക്കലും സസ്പെൻസ് അക്കൗണ്ട് അവിടെ കടന്നോട്ടെ എന്ന് വേണ്ട മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? അത് സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഇത്ര എമൗണ്ട് ഡിഫറൻസ് ഉണ്ട്. അത് എന്താണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ എവിടെയാണ് തെറ്റ് വന്നിട്ടുള്ളത്? സാധാരണ പർച്ചേസ് ചെയ്തതാണോ, സെയിൽ ചെയ്തതാണോ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ അക്കൗണ്ടിലാണോ, എവിടെ തെറ്റ് വന്നുള്ളത്? അത് 1 by 1 ആയിട്ട് ചിലപ്പോൾ നോക്കേണ്ടി വരും. നോക്കിയിട്ട് എവിടെയാണോ ഇത് എറർ വന്നത് അത് സ്പോട്ട് ചെയ്യുക, അത് റെക്ടിഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ റെക്ടിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് മനസ്സിലാക്കണം? സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്ത് റെക്ടിഫിക്കേഷനും ആര് വരും? സസ്പെൻസ് അക്കൗണ്ട് വരും. ഓക്കെ, അത് മറന്നു പോകരുത്. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? ഓക്കെ, ഇതിനു മുമ്പ് നമ്മൾ റെക്ടിഫൈ ചെയ്ത സമയത്ത് സസ്പെൻസ് അക്കൗണ്ട് വന്നിട്ടുണ്ടോ? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ റെക്ടിഫൈ ചെയ്തു. റെക്ടിഫൈ ചെയ്ത സമയത്ത് എവിടെയും സസ്പെൻസ് അക്കൗണ്ട് കണ്ടിട്ടില്ല. കാരണം എന്താ? അന്ന് സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെയാണ്. പക്ഷെ ഇവിടെ സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പറയുന്ന ഈ റെക്ടിഫിക്കേഷന് ഇയാളുടെ ഹെൽപ്പ് ആവശ്യമുള്ളത്, സസ്പെൻസ് അക്കൗണ്ട് ഹെൽപ്പ് ആവശ്യമുള്ളത്. ഒരു പ്രോബ്ലം എഴുതാം നമുക്ക്, എന്നിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ എഴുതിയെടുക്കും കേട്ടോ. ഹെഡിങ് കൊടുക്കാം, errors after preparing trial balance. Errors after preparing trial balance. ഓക്കെ, എഴുതിയോ? ഉണ്ടല്ലേ, ഞാൻ ക്വസ്റ്റ്യൻ എഴുതാട്ടോ. ഇതിൽ an accountant could not tally the trial balance. An accountant could not tally the trial balance. The difference of rupees 5,000 was temporarily placed to the credit of suspense account. The difference of rupees 5,000 was temporarily placed to the credit of suspense account. To the credit of suspense account.
suspense account for preparing the final accounts. For preparing the final accounts. For preparing the final accounts. The following errors were later located. The following errors were later located. The following errors were later located. ഇനി ഓരോ എറേഴ്സ് എഴുതാം. ഫസ്റ്റ് വൺ എ എഴുതാട്ടോ. കമ്മീഷൻ ഓഫ് റുപ്പീസ് 400. Commission of rupees 400 was posted twice. Once to the discount allowed account. And once to commission account. Okay. Then B. Next one, B. The sales book was undercast by rupees 800. The sales book was undercast by rupees 800. Sales book was undercast by rupees 800. Then C, third one, C. A credit sale of rupees 2,750 to the Alice though correctly entered in sales book was posted wrongly to her account as rupees 3,570. Wrongly posted to her account as rupees 3,570. 3570. Then next one, D. A credit purchase from Danila. Of rupees 1,750. 1750. Though correctly entered in purchase book. Was wrongly debited to her purchase account. Sorry, purchase account alla, personal account. To her personal account. Was wrongly debited to her personal account. Then next one, E. ആണ് discount column of payment side of cash book.
was wrongly added as rupees 3640 as 3640 instead of rupees 3120 instead of rupees 3120. Okay, ഇതുവരെ എല്ലാ പോയിന്റ്സും കിട്ടിയോ? കിട്ടാത്ത ഏതെങ്കിലും കൊണ്ട് ചോദിക്കുക. നമ്മൾ ABCDE 5 പോയിന്റ്സ് 5 എറേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ ചോദിക്കുക. ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഭാഗം മിസ് ആയിട്ടുണ്ടെങ്കിൽ. എല്ലാവരും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആരൊന്നും ചോദിക്കുന്നില്ല, എല്ലാവരും കിട്ടിയിട്ടുണ്ടല്ലോ. ആൻസറിലേക്ക് പോവാം. സൊല്യൂഷനിലേക്ക് പോവാം. പറയടോ, കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു അക്കൗണ്ടന്റ് അയാൾ ട്രയൽ ബാലൻസ് നോക്കുന്ന സമയത്ത് ടാലി ആവുന്നില്ല. എത്ര രൂപ ഡിഫറൻസ് വരുന്നുണ്ട്? ഡിഫറൻസ് എവിടെ? എത്ര ഡിഫറൻസ്? 5,000. 5,000 റുപ്പീസ് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ ആ ട്രയൽ ബാലൻസ് ടാലി ആക്കുന്നതിന് വേണ്ടി അയാൾ എന്ത് ചെയ്തു? സസ്പെൻസ് അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു എന്നാ പറഞ്ഞത് അല്ലേ? ടെമ്പറലി പ്ലേസ് ടു ദ ക്രെഡിറ്റ് ഓഫ് സസ്പെൻസ് അക്കൗണ്ട്. സസ്പെൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലേക്ക് പൈസ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ക്രെഡിറ്റ് ബാലൻസ് ആയിരുന്നു കുറവുണ്ടായിരുന്നത്. ക്രെഡിറ്റ് ബാലൻസ് കുറവുള്ള എന്ത് ചെയ്തു? ട്രയൽ ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ എന്ത് ചെയ്തു? 5,000 റുപ്പീസ് സസ്പെൻസ് അക്കൗണ്ട് ആയിട്ട് കാണിക്കണം. അപ്പൊ അതിനുവേണ്ടി സസ്പെൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം അയാൾക്ക് എറേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഒരു 5 എറേഴ്സ് വന്നിട്ടുണ്ട്. അത് നമുക്ക് തന്നു. എന്തൊക്കെയാണ് അയാൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എറേഴ്സ് അതെല്ലാം കറക്റ്റ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, എല്ലാ എറേഴ്സ് കറക്റ്റ് ആയിട്ട് സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സസ്പെൻസ് അക്കൗണ്ട് ക്ലോസ് ആയി പോകും. പിന്നെ അതിന് ബാലൻസ് ഉണ്ടാവില്ല. ഇപ്പൊ എന്ത് ബാലൻസ് ഉണ്ട്? ഒരു 5,000 രൂപ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട്. എല്ലാ എറേഴ്സും നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഉണ്ടാവില്ല? സസ്പെൻസ് അക്കൗണ്ട് ബാലൻസ് ഇല്ല. സസ്പെൻസ് അക്കൗണ്ട് ഫുള്ളായി കംപ്ലീറ്റ് ആയി ഇല്ലാതെയാവും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഓരോ എറേഴ്സ് എന്തൊക്കെയാണ്, അത് എന്താണ് റെക്ടിഫൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിന്റെ രീതികളെന്ന്. എപ്പോഴും ശ്രദ്ധിക്കുക എന്താണ്, ഇനി നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഇനി റെക്ടിഫിക്കേഷൻ ആരുടെ ഹെൽപ്പ് വേണം നമുക്ക്? സസ്പെൻസ് അക്കൗണ്ട് ഹെൽപ്പ് ചെയ്യണം. മൂപ്പരില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മൂപ്പരാണ് ഈ തെറ്റിന്റെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി അയാളുടെ ഹെൽപ്പ് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക നോക്കാം. ആദ്യത്തെ മിസ്റ്റേക്ക് എന്തായിരുന്നു? കമ്മീഷൻ ഓഫ് റുപ്പീസ് 400 പെയ്ഡ് വാസ് പോസ്റ്റഡ് ട്വൈസ്. കമ്മീഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. 400 രൂപ ഒരാൾ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. അത് 2 പ്രാവശ്യം പോസ്റ്റ് ചെയ്തു. എന്ത് പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ? പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞതാ ജേണലിൽ എഴുതി ലെഡ്ജറിലേക്ക് എന്ത് ചെയ്തു? 2 പ്രാവശ്യം പോസ്റ്റ് ചെയ്തു. ഈ 2 പ്രാവശ്യം പോസ്റ്റ് ചെയ്ത് എവിടേക്കൊക്കെ തന്നിട്ടുണ്ട്? എവിടെയൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്? വൺസ് ടു ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ആൻഡ് വൺസ് ടു കമ്മീഷൻ അക്കൗണ്ട്. ഒരു തവണ പോസ്റ്റ് ചെയ്ത് എവിടേക്കാണ്? ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ടിലേക്കാണ്. അടുത്ത തവണ പോസ്റ്റ് ചെയ്ത് എവിടേക്കാണ്? കമ്മീഷൻ അക്കൗണ്ടിലേക്കാണ്. തെറ്റുണ്ടോ? എന്താ തെറ്റ്? ഡിസ്കൗണ്ട് അക്കൗണ്ട്. ഒന്ന് ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്തെന്നാ. ഇവിടെ ഡിസ്കൗണ്ടുടെ സംഭവം ഉണ്ടോ? ഇവിടെ ആരാ ഉള്ളത്? കമ്മീഷനാ ഉള്ളത്. കമ്മീഷൻ അക്കൗണ്ടിലേക്കാണ് പോകേണ്ടത്. പകരം എന്ത് ചെയ്തു? ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ടിൽ കാണിച്ചു എന്ന് പറഞ്ഞു. അത് തെറ്റാണ്. രണ്ടാമതൊന്ന് പറഞ്ഞു കമ്മീഷൻ അക്കൗണ്ടിലേക്ക് കാണിച്ചു. അത് തെറ്റാണോ?
അല്ല. ഇല്ല, കമ്മീഷൻ അക്കൗണ്ട് കാണിക്കേണ്ടത് തന്നെയാണല്ലേ, അതിലൊരു തെറ്റുമില്ല. എവിടെ കാണിച്ച തെറ്റ്? ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് കാണിച്ചു, അത് തെറ്റാണ് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ റെക്ടിഫൈ ചെയ്യാം. അതൊക്കെ വല്ല ഐഡിയ ഉണ്ടോ? റെക്ടിഫിക്കേഷൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? റെക്ടിഫിക്കേഷൻ ഐഡിയ ഉണ്ടോ? ഇവിടെ ജേണൽ എൻട്രിയിലാണ് തെറ്റ് വന്നിട്ടുള്ളത്. ജേണൽ എൻട്രിയിലാണ് തെറ്റ് വന്നിട്ടുള്ളത് ആണോ? അല്ല. ഇല്ല, ജേണൽ എൻട്രി തെറ്റില്ല. ജേണൽ എൻട്രി എന്താണ് ഇവിടെ വരുന്നത്? എൻട്രി കറക്റ്റ് എൻട്രി, ഒരൊറ്റ എൻട്രി വന്നിട്ടുള്ളൂ. എന്താ എൻട്രി? കമ്മീഷൻ ആണ് കൊടുത്തില്ലേ? കമ്മീഷൻ കൊടുത്തു. കമ്മീഷൻ നമ്മൾ എക്സ്പെൻസ് ആണ് അല്ലേ? കമ്മീഷൻ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. കമ്മീഷൻ അക്കൗണ്ട് എന്ത് കൊടുത്തു? ക്യാഷ് കൊടുത്തു. ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു? പോയി. ക്യാഷ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? ടു ക്യാഷ് അക്കൗണ്ട്. സോ എൻട്രി എന്താണ്? കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, എമൗണ്ട് എത്രയായിരുന്നു? 400 അല്ലേ? ഇവിടെ തെറ്റ് വന്നിട്ടില്ല. ജേണൽ എൻട്രി തെറ്റ് മാറ്റി എഴുതണമെന്നുണ്ടെങ്കിൽ ഇവിടെ തെറ്റ് വന്നിട്ടില്ല. അത് കറക്റ്റ് എൻട്രി, റോങ് എൻട്രി, റെക്ടിഫിക്കേഷൻ എൻട്രി അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഇത് തെറ്റാനായിരുന്നു. തെറ്റ് വന്നിട്ടില്ല. എപ്പോ തെറ്റി? ഇത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തെറ്റി അല്ലേ? ഇത് എങ്ങനെ പോസ്റ്റ് ചെയ്യാം നമുക്ക് നോക്കാട്ടോ. ചിലപ്പോൾ അറിയുന്ന ആളുകൾക്ക് ഇത് ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷെ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇത് എങ്ങനെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യും? ഏതൊക്കെ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യണം? കമ്മീഷനും ക്യാഷ്. ക്യാഷ് നമ്മൾ ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് വിചാരിച്ചോ. ഓക്കെ, ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് വിചാരിക്കുക. അപ്പൊ ക്യാഷ് ബുക്കിൽ വന്നിട്ടുണ്ടാവും അല്ലേ? ഇനി അത് വേറെ ലെഡ്ജറിലേക്ക് കൊണ്ടുപോകണോ? ഇത് ക്യാഷ് ബുക്കിൽ എഴുതിയിട്ടുള്ളത് വിചാരിക്കുക. ക്യാഷ് ബുക്കിൽ നിന്ന് വേറെ ലെഡ്ജറിലേക്ക് വേണ്ട. ഇനി വേണമെങ്കിൽ നമുക്ക് ചെയ്യാട്ടോ. അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഒരുമിച്ച് ചെയ്ത് പോവാം. ഇത് ശരിക്കും എന്ത് ചെയ്യാം? കമ്മീഷൻ അക്കൗണ്ടിലേക്ക് ക്യാഷ് അക്കൗണ്ടിലേക്ക് കാണിക്കേണ്ടത് അങ്ങനെ തന്നെ ചെയ്ത് പോവാം. കമ്മീഷൻ അക്കൗണ്ട് ഞാൻ ജസ്റ്റ് റഫായിട്ട് വരക്കുന്നത് കേട്ടോ. ജസ്റ്റ് ടി ഫോർമാറ്റിൽ ഫസ്റ്റ് കമ്മീഷൻ അക്കൗണ്ട് കാണിക്കുന്നുണ്ട്. കമ്മീഷൻ അക്കൗണ്ട്. ഓക്കെ, കമ്മീഷൻ അക്കൗണ്ടിൽ രണ്ട് സൈഡ്, ഡെബിറ്റ് സൈഡും ഉണ്ട് ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ജസ്റ്റ് ടി ഫോർമാറ്റ് വെറുതെ റഫായിട്ട് വരക്കുകയാണ്. കമ്മീഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ഈ ജേണൽ എൻട്രി ഞാൻ എങ്ങോട്ട് കൊണ്ടുപോകണം? കമ്മീഷൻ അക്കൗണ്ട് ഏത് സൈഡിൽ കാണിക്കണം? ഡെബിറ്റ് സൈഡ്. കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റർ എന്നാണ് അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഡെബിറ്റ് സൈഡിലേക്ക്. ഡെബിറ്റ് സൈഡ് എന്നുള്ളത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ് അല്ലേ? അവിടേക്ക് ഡെബിറ്റ് ഡെറ്റർ എന്ത് എഴുതണം? ഡെബിറ്റ് സൈഡിൽ വന്നിട്ട് എന്ത് എഴുതണം? എന്തുകൊണ്ട് അതിന് ക്രെഡിറ്റ് ചെയ്തില്ല? ആ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാൻ കാരണമായത് ക്രെഡിറ്റ് അക്കൗണ്ട് വന്നിട്ടുള്ളത്. ടു ക്യാഷ് അക്കൗണ്ട്. ടു ക്യാഷ് അക്കൗണ്ട് എത്ര എമൗണ്ട് എഴുതേണ്ടത്? അവിടെ എത്രയാണോ ജനറൽ എമൗണ്ട് അതിനല്ലേ. ഇപ്പൊ ഡെബിറ്റ് എത്രയാണ് വന്നിട്ടുള്ളത്? 400. ആ 400 എന്ത് ചെയ്യുക? ഇവിടെ കാണിക്കുക. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് 400 കാണിച്ചു. ഇനി ക്യാഷ് അക്കൗണ്ട് ഉണ്ട് വിചാരിക്കുക. ക്യാഷ് അക്കൗണ്ട് അടുത്ത അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് രണ്ട് സൈഡ്, ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ്. ഞാൻ എവിടേക്ക് കൊണ്ടുവരണം ക്യാഷ് അക്കൗണ്ടിന്? ഈ ജേണൽ എൻട്രിയിൽ ക്യാഷ് അക്കൗണ്ട് എവിടേക്ക് എഴുതണം? ഡെബിറ്റ് സൈഡ് എഴുതണോ ക്രെഡിറ്റ് സൈഡിലോ? ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് എവിടെ എഴുതേണ്ടത്? ടു എന്ന് പറഞ്ഞ എന്താണ്? ക്രെഡിറ്റ് ചെയ്തു എന്നാണ് അല്ലേ? അപ്പൊ എവിടേക്ക് വരണം? ക്രെഡിറ്റ് സൈഡിലേക്ക് വരണം. ക്യാഷ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് വരണം. അവിടെ എന്ത് എഴുതണം? എന്തുകൊണ്ട് ഇതിനെ ക്രെഡിറ്റ് ചെയ്തു? എന്താണ്? ബൈ ഏതാണ്? കമ്മീഷൻ. ബൈ കമ്മീഷൻ അക്കൗണ്ട്. ബൈ കമ്മീഷൻ അക്കൗണ്ട്. എമൗണ്ട് 400. ഇങ്ങനെ ചെയ്ത് നിർത്തണമായിരുന്നു അല്ലേ? പക്ഷെ ഈ ലെഡ്ജർ പോസ്റ്റിംഗ് 2 തവണ ചെയ്തു എന്നാ പറഞ്ഞത്. ഈ ക്യാഷ് അക്കൗണ്ടിന് ജസ്റ്റ് പറഞ്ഞു കേട്ടോ. ക്യാഷ് അക്കൗണ്ടിൽ ചെയ്തത് കുഴപ്പമില്ല. ഇത് ഞാൻ എന്ത് ചെയ്തു? ശരിക്കും ക്യാഷ് അക്കൗണ്ട് എന്താണ്?
ഞാൻ ക്യാഷ് ബുക്കിൽ എഴുതിയ പോലെയാണ് ഇത് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ലെഡ്ജർ പോസ്റ്റിംഗ് ഒന്ന് പറഞ്ഞത് മാത്രം. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യുന്നത്, ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന അസംഷനിൽ പിന്നെ ക്യാഷ് അക്കൗണ്ടിന്റെ കാര്യം നമ്മൾ പറയുന്നില്ല. ഇനി ഇതിന് ഒരു പ്രാവശ്യം എവിടെയും കൂടി ചെയ്തിട്ടുണ്ട്, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ഇനി ഡിസ്കൗണ്ട് അലൗഡിൽ എങ്ങനെ വന്നിട്ടുണ്ടാവും, ഡിസ്കൗണ്ട് അലൗഡ് അവിടെ എങ്ങനെ വന്നിട്ടുണ്ടാവും, ആ അക്കൗണ്ടിലേക്ക് എങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും പറയൂ. ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവുക? ആർക്കാണ് എന്തൊരു അഭിപ്രായം പറയണോ? ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവോ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവോ? ക്രെഡിറ്റ്. ഇവിടെ നോക്കുക, കമ്മീഷന് പകരം ഡിസ്കൗണ്ട് എന്നുള്ളൂ അല്ലേ? അപ്പൊ കമ്മീഷൻ എന്ത് ചെയ്തു, അതേപോലെ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടാവും. ക്യാഷിന്റെ കാര്യത്തിൽ എന്തെങ്കിലും വ്യത്യാസം പറഞ്ഞിട്ടുണ്ടോ? ക്യാഷിന് എന്തെങ്കിലും പ്രശ്നം പറഞ്ഞിട്ടുണ്ടോ? ക്യാഷിന് ഒരു പ്രശ്നവും പറഞ്ഞിട്ടില്ല. എന്താ ചെയ്തിട്ടുള്ളൂ, ഡെബിറ്റിന് കമ്മീഷൻ ഡെബിറ്റ് ചെയ്യുന്ന പകരം ഡിസ്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കൊണ്ടുപോയി എഴുതി, അതാ സംഭവിച്ചത്. ഓക്കെ, അപ്പൊ ഡിസ്കൗണ്ടിന് ഡെബിറ്റ് സൈഡിൽ, കമ്മീഷൻ ഡെബിറ്റ് സൈഡിൽ എഴുതുന്ന പകരം ചെയ്തു ഡിസ്കൗണ്ട് അലൗഡിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതി. അപ്പൊ എന്ത് വന്നിട്ടുണ്ടാവും, ഡിസ്കൗണ്ട് അലൗഡിന്റെ ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് വന്നിട്ടുണ്ടാവും. ടു ക്യാഷ് അക്കൗണ്ട് എന്ന് വന്നു. ടു ക്യാഷ് അക്കൗണ്ട് എത്രയാണ്, 400 എന്ന് വന്നു. ഇനി ഇതില് എവിടെ തെറ്റ് സംഭവിച്ചത്, ഈ ഡിസ്കൗണ്ട് അക്കൗണ്ടിലാണ് തെറ്റ് സംഭവിച്ചില്ലേ അല്ലെ? ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ ഈ എഴുതിയ തെറ്റല്ലേ, ഈ ടു ക്യാഷ് അക്കൗണ്ട് എന്നുള്ള തെറ്റല്ലേ അല്ലെ? ആ തെറ്റാണ്, ആ തെറ്റ് തിരുത്തണം. ഈ തെറ്റ് തിരുത്തണമെങ്കിൽ എന്താ ചെയ്യാൻ പറ്റും, ഒന്ന് ആലോചിച്ച് നോക്ക്, എന്ത് തെറ്റ് ചെയ്യാൻ പറ്റും? എന്താ തെറ്റ് സംഭവിച്ചത്, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ടിൽ വേണ്ടാത്ത ഒരു ഡെബിറ്റ് വന്നിട്ടുണ്ട്. ഒരു ഡെബിറ്റ് ഒരാവശ്യമില്ലാതെ ഡെബിറ്റ് വന്നു. ഒരാവശ്യമില്ലാതെ ഡെബിറ്റ് വന്നാൽ അത് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, ഈ അക്കൗണ്ടിൽ ഈ 400 രൂപ ഡെബിറ്റ് വേണ്ടാതെ 400 രൂപയാണ് ഇല്ലേ, ആ 400 രൂപ ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, 400 രൂപ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഈ അക്കൗണ്ടിൽ 400 രൂപ എന്ത് ചെയ്യണം, ഇവിടെ ക്രെഡിറ്റിൽ വരണം. ഓക്കെ, ഇനി ക്രെഡിറ്റിൽ വരണം എന്നുണ്ടെങ്കിൽ എങ്ങനെ വരും, വെറുതെ 400 എഴുതാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ട് എഴുതും ഇനി, സസ്പെൻസ് അക്കൗണ്ട്. ഇനി എന്തെങ്കിലും ആ തെറ്റ് തിരുത്താനുള്ള എന്താണ്, സസ്പെൻസ് ആണ് അല്ലേ? തെറ്റ് തിരുത്താനുള്ള കാരണം എന്താ, സസ്പെൻസ് ആണ്. സോ അവിടെ നമ്മൾ എന്ത് എഴുതും, ബൈ ക്രെഡിറ്റ് എല്ലാവരും എന്ത് എഴുതും, ബൈ സസ്പെൻസ് അക്കൗണ്ട്, ബൈ സസ്പെൻസ് അക്കൗണ്ട്, ബൈ സസ്പെൻസ് അക്കൗണ്ട്. ഓക്കെ, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ അക്കൗണ്ടിൽ ഇനി ബാലൻസ് ഉണ്ടോ, ഡിസ്കൗണ്ട് അലൗഡ് ബാലൻസ് ഉണ്ടോ, ഡിസ്കൗണ്ട് അലൗഡ് ബാലൻസ് ഉണ്ടോ? ഇല്ല. രണ്ട് സൈഡ് ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ചെയ്യാത്ത പോലെ ആയില്ലേ, ഡെബിറ്റും 400 വന്നു, ക്രെഡിറ്റ് 400 ആയി, രണ്ട് സൈഡിൽ ഒരു ബാലൻസും ഇല്ല. ഇപ്പൊ ഡിസ്കൗണ്ട് അലൗഡിൽ ആ 400 പോസ്റ്റ് തെറ്റില്ലാതെയായി. ഇനി ഇതിന് നമുക്ക് എഴുതേണ്ടത് ഇതിന് ജേണൽ എൻട്രി ആണ്. ഇതിന് ജേണൽ എൻട്രി എങ്ങനെ എഴുതുമെന്ന് പറയൂ. ഈ ജേണൽ എൻട്രി എങ്ങനെ എഴുതും, ഈ അക്കൗണ്ട് കണ്ടു കഴിഞ്ഞാൽ ജേണൽ എൻട്രി പറയാനുള്ള ആ കാപ്പബിലിറ്റി ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ട്. ഡിസ്കൗണ്ട് അക്കൗണ്ട് സസ്പെൻസ് അക്കൗണ്ട്. നേരെ ആലോചിച്ച് പറയൂ, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ടിന്റെ ഏത് സൈഡിലാണ് കിടക്കുന്നത് സസ്പെൻസ്? ക്രെഡിറ്റ്. ആ, അതിനർത്ഥം എന്താ, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തെന്നാ ക്രെഡിറ്റ് ചെയ്തെന്നാ? ക്രെഡിറ്റ് ചെയ്തു. ആ, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്തു എന്നാ. ക്രെഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ടു ഡിസ്കൗണ്ട് അലൗഡ് എന്ന് വരുള്ളൂ, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെറ്റർ എന്ന് വരില്ല. ശരിയല്ലേ? ഡിസ്കൗണ്ട് അലൗഡിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് ഇവിടെ കിടക്കുന്നത്, ക്രെഡിറ്റ് സൈഡിലാണ് കിടക്കുന്നത് അല്ലേ? എന്താണ് സ്ക്രീനൊരു അനുസരണല്ല. ഒരു മിനിറ്റ് കേട്ടോ. ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്താ പറയുക, ആ ജേണൽ എൻട്രിയിൽ ടു ഗെറ്റ്സ് ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് തന്നെ ആയിരിക്കും. ഒരിക്കലും ഡിസ്കൗണ്ട് അലൗഡ് ഡെബിറ്റ് ചെയ്യില്ല, ടു ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ആയിരിക്കും, ഡിസ്കൗണ്ട് അലൗഡ്. ഓക്കെ, ഇനി ഡെബിറ്റ് എഴുതാനല്ലേ, ഡെബിറ്റ് എന്തായിരിക്കും ഇവിടെ നോക്കുക, എന്താ കാരണം എന്ന് പറയുന്നത്, ബൈ സസ്പെൻസ് അക്കൗണ്ട് എന്നാ.
ബൈ സസ്പെൻസ് അക്കൗണ്ട്. അപ്പൊ ഡെബിറ്റ് എന്തായിരിക്കും? സസ്പെൻസ് അക്കൗണ്ട് സസ്പെൻസ് അക്കൗണ്ട്. അപ്പൊ എന്താ എൻട്രി വരിക? സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു Discount allowed. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട്. പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ. ആർക്കെങ്കിലും മനസ്സിലാവാത്തത്? മനസ്സിലാവാതെ ഒന്നുകൂടി പറയാൻ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറയാം. എടോ ഒന്ന് പറയടോ. മനസ്സിലായി സർ. മനസ്സിലായതുകൊണ്ടാണ് എല്ലാവർക്കും. ഓക്കെ, ഐ എം ഹാപ്പി. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അടുത്ത് നോക്ക്. അടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? അടുത്ത് പറയൂ. ബോയ്സ് ഒക്കെ എന്താ മിണ്ടാതിരിക്കുന്നത്? ഒന്നോ രണ്ടോ ആളുകൾ മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതില്ല, എല്ലാ ആളുകളും പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ടേ? ഫാഹിദ്, എന്താ ഉറങ്ങുന്നുണ്ടോ? ഇല്ല, പറയുന്ന. രണ്ടാമത്തെ എന്തായിരുന്നു നമ്മുടെ എറർ? എന്താ? The sales book was undercast by rupees 800. Sales book was undercast by rupees 800. സെയിൽസ് ബുക്ക് എന്ത് ചെയ്തു? അണ്ടർകാസ്റ്റ് ചെയ്യുക പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ കൂട്ടിന കുറച്ചു? കുറച്ചു. ടോട്ടൽ എന്ത് ചെയ്തു? 800 രൂപ കുറഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്താണ് അവിടെ ശരിക്കും വരേണ്ടത്? എന്താ? ഇനി സെയിൽസ് ബുക്ക് എന്താ? ആദ്യം അത് കേൾക്കട്ടെ. സെയിൽസ് ബുക്ക് എന്താ? ക്യാഷ് ക്രെഡിറ്റ് സെയിൽസ് നടത്തുക. Credit sale. നടത്തുക. എക്സാമ്പിൾ ആയിട്ട് എന്റെ ക്രെഡിറ്റ് സെയില് ഒരു 18,000 രൂപയാണ് വിചാരിക്കുക. എത്ര രൂപയാണ് ക്രെഡിറ്റ് സെയിൽ നടന്നത്? 18,000 രൂപയാണ്. അപ്പൊ ഞാൻ ടോട്ടൽ സൈഡിൽ കൂട്ടി വരുന്ന സമയത്ത് ഞാൻ അറിയാതെ അവിടെ എഴുതിയപ്പോൾ അതെന്ത് ചെയ്തു? 17,200 ആയിട്ട് എഴുതി. ക്രെഡിറ്റ് സെയിലിന്റെ ടോട്ടൽ എത്ര ചെയ്ത്? 17,200 രൂപയായിട്ട് എഴുതി. അപ്പൊ 800 രൂപയുടെ കുറവുണ്ടോ? സോറി, അങ്ങനെയല്ല, 19,200 കേട്ടോ. സോറി, എന്തൊക്കെയോ മാറുന്നു. എന്താ പോവാ? ഓക്കെ, സെയിൽസ് ടോട്ടൽ സെയിൽ എത്രയായിരുന്നു? 18,000 രൂപയായിരുന്നു. ഓക്കെ, 18,000 രൂപയാണെങ്കിൽ എന്ത് ചെയ്തു? അതിന് പകരം ഞാൻ എന്ത് ചെയ്തു? 17,200 എന്ന് കാണിച്ചു. എത്ര രൂപ കുറവുണ്ട്? 800 റുപ്പീസ് സെയിൽസ് ഡേ ബുക്ക് കേട്ടോ. സെയിൽസ് ബുക്ക് കുറവുണ്ട്. ഈ ടോട്ടലിൽ ഞാൻ എവിടേക്ക് കൊണ്ടുപോകും? ശരിക്ക് എവിടേക്ക് കൊണ്ടുപോകും? നമ്മൾ പറഞ്ഞിട്ടില്ലേ, സെയിൽസ് അക്കൗണ്ട് എഴുതുമ്പോ സൺഡേസ് ആസ് പെർ സെയിൽസ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതും? 17,200 എഴുതില്ലേ? ഈ 17,200 അല്ലേ കാണിക്കുക? അല്ലേ? മറന്നോ? ഇതൊക്കെ നിങ്ങൾ മറന്നോ? സെയിൽസ് അക്കൗണ്ട് എടുത്തിട്ട് എന്ത് ചെയ്യും? അതിന് ക്രെഡിറ്റ് സൈഡിൽ ഇല്ലേ, ക്രെഡിറ്റ് സൈഡിൽ എന്ത് ചെയ്തും? സൺഡേസ് ആസ് പെർ സെയിൽസ് ബുക്ക് 17,200 എന്ന് കാണിക്കും അല്ലേ? ബൈ സൺഡേസ് ആസ് പെർ സെയിൽസ് ബുക്ക്. കാരണം എന്താണ്? സെയിൽസ് അക്കൗണ്ടിൽ സെയിൽസ് നടന്നു, 17,200 രൂപയുടെ ക്രെഡിറ്റ് സെയിൽ നടന്നു. ക്രെഡിറ്റ് സെയിൽ കാണിക്കുക ഇൻകം ആണല്ലേ, ക്രെഡിറ്റ് സെയിലാണ് കാണിക്കുക. 17,200 രൂപ എഴുതും. ഈ 17,200 സെറ്റ് ആണ്. ഒരു 800 രൂപയുടെ കുറവ് അതിലുണ്ട് അല്ലേ? 800 രൂപയുടെ കുറവ് അതിൽ കാണിക്കുന്നുണ്ട്. ആ 800 രൂപ കൂടി വരണം. പക്ഷെ ഞാൻ അപ്പോഴേ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അവിടെ ഷോർട്ടേജ് ഉള്ള സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ഇനി ഇവിടെ എന്ത് വരണം? ഒരു 800 രൂപയുടെ എമൗണ്ട് വരണ്ടേ? അല്ലേ? ഈ 800 രൂപയുടെ എമൗണ്ട് എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? ഇവിടെ സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് ഇവിടെ ഏത് എമൗണ്ട് വരണമെങ്കിലും ആർക്കേ കൊണ്ടുവരാൻ പറ്റുള്ളൂ? സസ്പെൻസ് അക്കൗണ്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ബൈ സസ്പെൻസ് അക്കൗണ്ട്
ബൈ ആണ് അല്ലേ? ക്രെഡിറ്റ് ചെയ്താൽ ബൈ സസ്പെൻസ് അക്കൗണ്ട്. എഴുതുന്ന വൃത്തിയാവുന്നില്ല കേട്ടോ ഇതില്. ഇത് നല്ല എക്സൽ തന്നെയാണ് അല്ലേ? എക്സൽ ആണോ ഈ ഇതാണ് നല്ലത്? തോന്നുന്നു എക്സൽ ചെയ്യാൻ നല്ലതാണ്. 18,000 അവിടെ 17,200 വന്നിട്ടുള്ളത്. ഒരു 800 രൂപയുടെ കുറവുണ്ട്. ആ 800 രൂപ ക്രെഡിറ്റ് സെല്ല് വരണമെങ്കിൽ എന്ത് ചെയ്യും? ആരുടെ പേരിൽ എഴുതും? ബൈ Suspense account. സസ്പെൻസ് അക്കൗണ്ട്. ബൈ സസ്പെൻസ് അക്കൗണ്ട്. ഓക്കെ. ഏത് അക്കൗണ്ട്? നമ്മൾ സെയിൽസ് അക്കൗണ്ടിലാണ് ചെയ്യുന്നത്. സെയിൽസ് അക്കൗണ്ട്. ഈ ജേണൽ എൻട്രി എന്ന് പറഞ്ഞുതരും. സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ബൈ സസ്പെൻസ് അക്കൗണ്ട് എന്ന് വന്നിട്ടുണ്ട്. Suspense account debtor to sales account. ആ സെയിൽസ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്തു. അപ്പൊ എന്താണ്? ടു സെയിൽസ് അക്കൗണ്ട് ആണെന്ന് ഉറപ്പിക്കാൻ നമുക്ക്. സെയിൽസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് വന്നിട്ടുള്ളത്. ഇനി എന്തുകൊണ്ട് അതിന് ക്രെഡിറ്റ് ചെയ്തു? ബൈ സസ്പെൻസ് അക്കൗണ്ട്. അപ്പൊ ഏത് ഡെബിറ്റ്? സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ്. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് എഴുതുക കേട്ടോ. ജനറൽ എൻട്രി എന്ത് എഴുതുക? സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. amount 800. 800. Suspense account debtor to sales account. ഇതാണ് റെക്ടിഫിക്കേഷൻ എൻട്രി കേട്ടോ. ഇവിടെ നമ്മളെന്താ കറക്റ്റ് എൻട്രി റോങ് എൻട്രി എന്ന് പോകാത്തത്? ജേണൽ എൻട്രിയിൽ എല്ലാവരുടെ തെറ്റ്. അതുകൊണ്ടാണ് കറക്റ്റ് എൻട്രി റോങ് എൻട്രി എന്ന് എഴുതാത്തത്. ഓക്കെ. അടുത്തത് നോക്ക്. നെക്സ്റ്റ് അടുത്തെന്തായിരുന്നു ക്വസ്റ്റ്യൻ? A credit sale. A credit sale of rupees 2,750 to the Alice, though correctly entered in sales book, was posted wrongly to her account as rupees 3,570. നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് എന്താ തെറ്റെന്ന് മനസ്സിലാക്കുക കേട്ടോ. വായിച്ചു നോക്കിയോ? കേൾക്കുന്നില്ല. സൗണ്ട് പ്രോബ്ലം ഉണ്ടോ? ഇല്ല. ഓക്കെ. എന്താ പറഞ്ഞത്? ക്രെഡിറ്റ് സെയിൽ ടു ആലിയസ് rupees 2,750. ആലിയസ് സാധനം വിറ്റ് എത്ര? 2,750 രൂപക്കാണ്. അത് എന്താ നമുക്ക് തെറ്റ് പറ്റിയത്? നമ്മൾ കറക്റ്റ് ആയിട്ട് എവിടെ എൻട്രി ചെയ്തു? കറക്റ്റ്ലി എൻറ്റേർഡ് ഇൻ സെയിൽസ് ബുക്ക്. കറക്റ്റ് ആയിട്ട് സെയിൽസ് ബുക്കിൽ എൻട്രി ചെയ്തിട്ടുണ്ട്. സെയിൽസ് ബുക്കിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് അക്കൗണ്ടിൽ എത്ര കാണിക്കുന്നത്? 2,750 കാണിച്ചിട്ടുള്ളത്. ദെൻ ആലീസ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്തു? തെറ്റായിട്ട് പോസ്റ്റ് ചെയ്തു. എത്ര എഴുതി? 3,570 ആയിട്ട് എഴുതി. അപ്പൊ ആ എമൗണ്ട് തെറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാട്ടെ എങ്ങനെ ശരിക്കും. ശരിക്കും ജേണൽ എൻട്രി എന്ന് പറഞ്ഞാണ് ക്രെഡിറ്റ് സെയിൽ ടു ആലീസ്. ജേണൽ എൻട്രി എന്ത് വരിക? ക്രെഡിറ്റ് സെയിലാണ്. സെയിൽ പറഞ്ഞാൽ ഇൻകാണ്. ഇൻകത്തിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ആലീസ് എന്താ? നമ്മൾ ക്യാഷ് തരാനുള്ളതാണ്, നമ്മുടെ അസറ്റ് ആണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ അതിന് ഡെബിറ്റ് ചെയ്യണം. ആലീസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ആലീസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ഓക്കെ. 2,750. ഇതാണ് ശരിക്ക്. ഇത് നമ്മൾ ആലിയസിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. അതേപോലെ സെയിൽസിന്റെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം അല്ലേ? സെയിൽസ് ബുക്കിൽ എഴുതാറുണ്ട്. സെയിൽസ് ക്രെഡിറ്റ് സെയിലിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്ന പോലെ തന്നെ ജസ്റ്റ് ഞാൻ സെയിൽസ് അക്കൗണ്ടിലേക്ക് അതിനെ പോസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കാം. സെയിൽസിന്റെ ഏത് സൈഡിൽ വന്നിട്ടുണ്ട്? സെയിൽസിന്റെ ഏത് സൈഡിൽ വന്നിട്ടുണ്ട്? സെയിൽസ് അക്കൗണ്ടിന്റെ
by Alice account credit സെയിൽസ് side അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ അല്ലേ? സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എന്ത് കാണിച്ചിട്ടുണ്ടാവും? by Alice account ആ, ബൈ ആലീസ്, ബൈ ആലീസ് അക്കൗണ്ട് എത്രയാണ്? 2750. ഇത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ആ, സെയിൽസ് അക്കൗണ്ടിൽ കറക്റ്റ് ആയിട്ട് ചെയ്തു എന്നാ പറഞ്ഞത്, അതിൽ തെറ്റില്ല അല്ലെ? ഇനി ആലീസ് അക്കൗണ്ടിലേക്ക് എടുക്കാം. അതെ. ആലീസ് അക്കൗണ്ടിലേക്ക് എടുക്കുമ്പോൾ എന്ത് സംഭവിച്ചു? ടു സെയിൽസ് കണ്ട് 3750 570 കാണിച്ചു. ആലീസ് അക്കൗണ്ട്, ആലീസ് അക്കൗണ്ടിന്റെ ഏത് സൈഡിലാണ്? ഡെബിറ്റ് സൈഡിൽ അല്ലേ? ഡെബിറ്റ് ക്രെഡിറ്റ്, ഡെബിറ്റ് സൈഡിൽ തന്നെ എൻട്രി ചെയ്തിട്ടുള്ളത് അല്ലേ? അത് എന്ത് കാണിച്ചു? ടു ടു സെയിൽസ് എത്ര കാണിച്ചു? 3570 അല്ലേ? ഓക്കെ, 3570 ആയിട്ട് കാണിച്ചു. ഇവിടെ ശരിക്കും എത്രയായിരുന്നു വരേണ്ടത്? ശരിക്കും വരേണ്ട എമൗണ്ട് എത്രയാണ്? 2750. ശരിക്കും കറക്റ്റ് വരേണ്ട എമൗണ്ട് 2750 രൂപയാണ്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? 3570 കാണിച്ചിട്ടുള്ളത്. അവിടെ എന്താ ശരിക്കും തെറ്റ്? 3570 എഴുതിയാണ് തെറ്റ്, അത് എമൗണ്ട് കൂടുതലായി എഴുതിയാ തെറ്റ്? എമൗണ്ട് കൂടുതൽ 3570 മുഴുവൻ തെറ്റല്ല അല്ലെ? അതിൽ 2750 വരെ ശരിയാണ്, അതിന് കൂടുതലുള്ള എമൗണ്ട് ആണ് തെറ്റ് അല്ലെ? അതെ. അപ്പൊ എത്രയാണ് തെറ്റുള്ള എമൗണ്ട്? ഡിഫറൻസ് 3570 2750 കുറച്ച എമൗണ്ട് ആണ് തെറ്റില്ലേ അല്ലെ? എത്രയാണ് തെറ്റ് വരുന്നത്? എമൗണ്ട് എത്രയാണ് കൂടുതലുള്ളത് അവിടെ? 820. അതായത് ഡെബിറ്റ് സൈഡിൽ 2750 വരുന്ന സമയത്ത് അതിനേക്കാൾ 820 രൂപ കൂടുതലായിട്ട് എന്ത് ചെയ്തു? 3570 വന്നു. അപ്പൊ 820 രൂപയാണ് എന്ത് കൂടുതൽ? 820 രൂപ അവിടെ കൂടുതലാണ്. ഈ കൂടുതലുള്ളതിന് എന്ത് ചെയ്യണം? നമ്മൾ കുറക്കണം. ആയുഷിന്റെ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നിന്ന് കുറക്കണം. കുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 820 രൂപ ഡെബിറ്റ് സൈഡിൽ കൂടുതലാണ്, അത് കുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. കൂടുതലാണെങ്കിൽ അത് കുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഇതിന്റെ ക്രെഡിറ്റ് സൈഡ്, ഈ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് എത്ര രൂപ വരണം? 820 രൂപ കുറയണം. 820 രൂപ അപ്പൊ ക്രെഡിറ്റ് വരണം. 820 ക്രെഡിറ്റ് വരണം. ഇനി ഇവിടെ ക്രെഡിറ്റ് വരണമെങ്കിൽ ഏത് അക്കൗണ്ടിന്റെ പേരിൽ എഴുതാൻ പറ്റുള്ളൂ? നമ്മൾ എന്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്? സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് കാര്യം എഴുതണമെങ്കിൽ എന്താണ്? സസ്പെൻസിന്റെ പേരിൽ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെയാണ് ബൈ, ക്രെഡിറ്റ് ആയതുകൊണ്ട് ബൈ സസ്പെൻസ് അക്കൗണ്ട്, ബൈ സസ്പെൻസ് അക്കൗണ്ട്. ഓക്കെ, അപ്പൊ ആലീസിന്റെ ക്രെഡിറ്റ് എന്ത് ചെയ്തു? ബൈ സസ്പെൻസ് അക്കൗണ്ട്. ആലീസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് ബൈ സസ്പെൻസ് അക്കൗണ്ട് എന്ന് കാണിച്ചു 820 രൂപ. അപ്പൊ എന്താണ് ജേണൽ എൻട്രി വരിക? ആലീസ് ക്രെഡിറ്റ് ചെയ്തു അല്ലെ? ഏത് ഡെബിറ്റ് ചെയ്തു? സസ്പെൻസിന് ഡെബിറ്റ് ചെയ്തു. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ആലീസ് അക്കൗണ്ട്. എമൗണ്ട് 820. ഒരിക്കലും 3570 ഒഴിവാക്കേണ്ട ആവശ്യമില്ല. എത്ര ഒഴിവാക്കിയാൽ മതി? അതില് അധികമുള്ള എമൗണ്ട് മാത്രം ഒഴിവാക്കിയാൽ മതി. 820 രൂപയാണ് അധികം ഉള്ളത്, ആ എമൗണ്ട് മാത്രം നമ്മൾ ഒഴിവാക്കിയാൽ മതി. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, ഹഫീസ് റഹ്മാൻ ക്ലിയർ ആണോ? ഓക്കെ, എന്താ ജനറേറ്റ് എഴുതാട്ടോ? എന്തായിരുന്നു? സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ആലീസ് അക്കൗണ്ട്. $820. നെക്സ്റ്റ് നോക്കുക. അടുത്തെന്തായിരുന്നു? നാലാമത്തെ. എ ക്രെഡിറ്റ് പർച്ചേസ് ഫ്രം ഡാനില ഓഫ് ₹1750 though correctly entered in purchase book was wrongly debited to her personal account. എന്താ പറയുന്നത്?
നന്നായിട്ട് വായിച്ചു നോക്കൂ കേട്ടോ, എന്താണ് പറയുന്നത് നോക്കൂ. ഓക്കെ, വായിച്ചു നോക്കിയോ? എന്താ പറഞ്ഞിട്ടുള്ളത്? ഡാനിയുടെ Purchase കയ്യിൽ book ല് നിന്ന് purchase 1750 രൂപയുടെ ക്രെഡിറ്റ് പർച്ചേസ് ചെയ്തു. ആ ക്രെഡിറ്റ് പർച്ചേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? book ല് correct ആയി കാണിച്ചു. ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ് ബുക്കിൽ കാണിക്കണം അല്ലേ? ഉം. സൗണ്ട് ബ്രേക്കിംഗ് ഉണ്ടോ? ഇടക്ക് ബ്രേക്ക് ആവും. ബ്രേക്ക് ആവുന്നുണ്ട്. അപ്പൊ ക്രെഡിറ്റ് പർച്ചേസ് നമ്മൾ പർച്ചേസ് ഡേ ബുക്കിൽ കാണിക്കുന്നുണ്ട്. ആ പർച്ചേസ് ഡേ ബുക്കിൽ കാണിക്കുന്നത് കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്തു? ഡാനിയൽ അക്കൗണ്ടിൽ കാണിക്കണം അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? അവർ ഡെബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ഡാനിയലുടെ അക്കൗണ്ടിൽ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. നമുക്ക് നോക്കാം, ബ്രേക്ക് ഉണ്ടെന്ന് പറയാം. നോക്കട്ടോ, 2 മിനിറ്റ് കൂടി നോക്കൂ. ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ നോക്കാം. നെക്സ്റ്റ് നോക്കാം. ഓക്കെ, അപ്പൊ ക്രെഡിറ്റ് പർച്ചേസ് ഇന്ന് ജേണൽ എൻട്രി എന്താ ശരിക്കും വരിക? ജേണൽ എൻട്രി എന്തായിരിക്കും? Purchase account debtor to Daniel account. ആ, പർച്ചേസ് എന്നുള്ളത് എക്സ്പെൻസ് ആണ് അല്ലേ? ഡെബിറ്റ് ചെയ്യണം. ഡാനിൽ എന്താണ്? അവരെ കയ്യിൽ നമ്മൾ പർച്ചേസ് അവർക്ക് കൊടുക്കാണ്ട് ക്യാഷ് ക്രെഡിറ്റ് ലയബിലിറ്റി ആണ്. അപ്പൊ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ? സോ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡാനിൽ അക്കൗണ്ട്. ജസ്റ്റ് ഒന്ന് എഴുതി വെക്കട്ടത്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡാനില അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡാനില അക്കൗണ്ട്. എമൗണ്ട് എത്രയായിരുന്നു? 1750. ഓക്കെ, ഇതായിരുന്നു ജേണൽ എൻട്രി. ഇനി ഇത് പർച്ചേസ് അക്കൗണ്ടിൽ കറക്റ്റ് ആയിട്ട് കാണിച്ചു എന്ന് പറഞ്ഞു. പർച്ചേസ് ടേബിളിൽ കാണിച്ചു പറഞ്ഞാൽ പർച്ചേസ് അക്കൗണ്ടിൽ കറക്റ്റ് ആയിട്ട് കാണിച്ചു. അപ്പൊ പർച്ചേസ് അക്കൗണ്ട് ഏത് സൈഡിൽ വരും? ഡെബിറ്റ് സൈഡില്. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ആണല്ലേ? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. എത്ര എമൗണ്ട് വന്നിട്ടുണ്ടാവുക? എന്ത് പറഞ്ഞിട്ടുണ്ട്? പർച്ചേസ് അക്കൗണ്ട് ടു ഡാനില അക്കൗണ്ട്. ടു ഡാനില അക്കൗണ്ട് എത്ര വന്നിട്ടുണ്ട് എമൗണ്ട്? 1750. ഇത് കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തെന്ന് പറഞ്ഞത് ശരിയാണ്. അതിൽ നമ്മൾ ഇനി ഒന്നും നോക്കാനില്ല. പക്ഷെ എന്താ തെറ്റ് പറഞ്ഞിട്ടുള്ളത്? പേഴ്സണൽ അക്കൗണ്ട്. ഇനി ഡാനിലയുടെ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് ഡാനില അക്കൗണ്ട് അല്ലെ? ഡാനില അക്കൗണ്ട് കാണിക്കണം. നോക്കാം അവിടെ എന്താ കാണിച്ചിട്ടുള്ളത്. ഡാനില അക്കൗണ്ട് ഇവിടെ എങ്ങനെ കാണിക്കേണ്ടത് ശരിക്ക്? ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ കാണിക്കേണ്ടത്? ക്രെഡിറ്റില്. ആ, ടു ഡാനില അക്കൗണ്ട് എന്നാണ് അല്ലേ? ടു ഡാനില. അതുകൊണ്ട് എന്ത് ചെയ്യണം? ടു എന്നായതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ടു ഡാനിലയുടെ ക്രെഡിറ്റിൽ എന്ത് ചെയ്യണം? ബൈ പർച്ചേസ് അക്കൗണ്ട് കാണിക്കണം. ശരിയല്ലേ? ബൈ പർച്ചേസ് അക്കൗണ്ട് കാണിക്കണം. അതിന് പകരം എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു എന്നാ പറഞ്ഞത്. അപ്പൊ എന്ത് കാണിച്ചിട്ടുണ്ടാവും? ഡെബിറ്റ് സൈഡിൽ എന്ത് ചെയ്തു? പർച്ചേസ് അക്കൗണ്ട് എന്ന് കാണിച്ചു. പറഞ്ഞത് മനസ്സിലായോ? ഡെബിറ്റ് സൈഡ് എന്ത് ചെയ്തു? ടു പർച്ചേസ് എന്ന് കാണിച്ചു. ടു പർച്ചേസ് അക്കൗണ്ട്. എത്ര എമൗണ്ട്? 1750. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് തെറ്റാണ് അല്ലേ? ഈ ചെയ്ത് തെറ്റല്ലേ? കാരണം എന്താ? ക്രെഡിറ്റ് സൈഡിൽ വരേണ്ടതായിരുന്നു. അത് എവിടെ വന്നു? ഡെബിറ്റ് സൈഡിലേക്ക് കാണിച്ചു. ഈ ഒരു ഫുൾ എമൗണ്ട് തെറ്റാണ്. അപ്പൊ എന്താ ഇനി ചെയ്യേണ്ടത് ശരിക്കും? ക്രെഡിറ്റ് ചെയ്യാം. ആ, ക്രെഡിറ്റ് സൈഡിൽ ശരിക്കും വരേണ്ട എമൗണ്ട് വരണം. എത്ര ക്രെഡിറ്റ് സൈഡിൽ വരേണ്ട എമൗണ്ട്? 1750. ഇവിടെ ശരിക്കും 1750 വരണം. ഏത് കാരണം?
ആ ശരിക്കും വരേണ്ട എമൗണ്ട് എത്ര അല്ലേ? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡാനില എന്നുള്ള അവിടെ ഈ 1750 വരണം. ഓക്കെ, സമ്മതിച്ചു. പിന്നെ അത് മാത്രം വന്നാൽ മതിയോ? അല്ല, തെറ്റ് ഇല്ല, തിരുത്തണം. ഇവിടെ എന്തുണ്ട്? ഒരു തെറ്റ് കിടക്കുന്നുണ്ട് അല്ലേ? ഈ 1750 ഡെബിറ്റ് സൈഡിൽ എന്താണ്? തെറ്റാണ്, അത് തിരുത്തണ്ടേ? അത് തിരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? സസ്പെൻസ് അക്കൗണ്ട് കൊണ്ടുവരും. സസ്പെൻസ് അക്കൗണ്ട് കണ്ടിട്ട് എഴുതണം. പക്ഷെ എവിടേക്ക് എഴുതണം? ക്രെഡിറ്റ്. ഡെബിറ്റിലാണ് തെറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ അത്രയും എമൗണ്ട് എന്ത് ചെയ്യണം? അതിന്റെ എഫക്ട് ഇല്ലാതെ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ ക്രെഡിറ്റിലേക്ക് കൊണ്ടുവരണം. ക്രെഡിറ്റിലേക്ക് എന്ത് ചെയ്യണം? 1750 കാണിക്കണം. 1750 കാണിക്കണം. ഓക്കെ, 1750 കാണിക്കണം. ഇപ്പൊ ടോട്ടൽ ക്രെഡിറ്റ് സൈഡിൽ എത്ര കാണിക്കണം? ഇപ്പൊ 1750 പ്ലസ് 1750 അല്ലേ? അല്ലേ? ശരിക്കും ഈ സാധനം ഈ സാധനം പർച്ചേസ് ആണ് അല്ലേ? ഇവിടെ പർച്ചേസ് ആണ് ഈ 1750, ഫസ്റ്റ് 1750. രണ്ടാമത്തെ എന്താ പറഞ്ഞത്? തെറ്റ് തിരുത്താനുള്ള സസ്പെൻസ് അല്ലേ? അപ്പൊ ഞാന് ജേണലിന്റെ എഴുതാനുള്ളത് പർച്ചേസ് ഇനി എഴുതാൻ പറ്റും എനിക്ക്? ഇനി എഴുതാൻ പറ്റുമോ? പർച്ചേസ് അക്കൗണ്ട് അറ്റഡ് ടു ഡാനില അക്കൗണ്ട്, അതേപോലെ തന്നെ സസ്പെൻസ് അക്കൗണ്ട് അറ്റഡ് ടു ഡാനില അക്കൗണ്ട്, അങ്ങനെ എഴുതാൻ പറ്റുമോ? പറ്റില്ല, ഒരിക്കലും. ഇനി പർച്ചേസ് എഴുതില്ല. ഞാൻ പറഞ്ഞു ഇനി തെറ്റ് തിരുത്തുന്നക്കാരാണ്? ഇനി തെറ്റ് തിരുത്തുന്നക്കാരാ? ഒക്കെ സസ്പെൻസ് ആണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? ഈ ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് എത്രയാണ്? 1750 പ്ലസ് 1750 എത്ര വന്നു? 3500 രൂപ അല്ലെ? രണ്ട് എമൗണ്ടും കൂടി എത്ര വരുന്നത്? 3500 രൂപ. ആ 3500 രൂപ ആയിട്ട് പേരിൽ എഴുതുക, സസ്പെൻസ് അക്കൗണ്ട് പേരിൽ എഴുതുക. 3500 രൂപയും സസ്പെൻസ് ആയിട്ട് എഴുതുക. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, അപ്പൊ എന്താ ജേണലിന്റെ വരിക? സസ്പെൻസ് അക്കൗണ്ട് ലെറ്റർ ടു ഡാനില അക്കൗണ്ട്. സസ്പെൻസ് അക്കൗണ്ട് ലെറ്റർ ടു ഡാനില അക്കൗണ്ട് അല്ലേ? സസ്പെൻസ് അക്കൗണ്ട് ലെറ്റർ ടു ഡാനില അക്കൗണ്ട്. എമൗണ്ട് എത്രയാണ്? 3500. 3500 രൂപ. സസ്പെൻസ് അക്കൗണ്ട് ലെറ്റർ ടു ഡാനില അക്കൗണ്ട്. $3,500. Suspense account letter to Daniel account 3,500. ഇപ്പോഴും ബ്രേക്കിംഗ് ആണെന്നാ പറയുന്നത്. ഹലോ, എല്ലാവർക്കും ബ്രേക്കിംഗ് ഉണ്ടോ? ഇല്ല, നെറ്റ്വർക്ക് പ്രോബ്ലം ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. ഓക്കെ, ഈ പറഞ്ഞതില് ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? ജിഷ്ണ, ഫാത്തിമ അഹമ്മദ് കുട്ടി, ഹിബ, ആരൊക്കെയാണ്? ഹഫീസ്, ഫാഹിസ്, നിഖില, റിഫ്ക, റൂബി, ഷമീമ, സോന, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കേ. ഡൗട്ട് ഇല്ല സാർ. ഇല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ്. അടുത്ത എന്തായിരുന്നു? കഴിഞ്ഞോ? ഒന്നുകൂടി ഉണ്ട് തോന്നുന്നു അല്ലേ? എന്തായിരുന്നു നെക്സ്റ്റ്? ഡിസ്കൗണ്ട് കോളം ഓഫ് പേയ്മെന്റ് സൈഡ് ഓഫ് ക്യാഷ് ബുക്ക് വാസ് റോങ്ലി ആഡഡ് ആസ് rupees 3,640 instead of 3,120. ഡിസ്കൗണ്ട് കോളം ഓഫ് പേയ്മെന്റ് സൈഡ് ഓഫ് ക്യാഷ് ബുക്ക്. ഡിസ്കൗണ്ട് അലൗഡ് ആണോ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണോ? ഡിസ്കൗണ്ട് അലൗഡ്. പേയ്മെന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡ് അല്ലേ? പേയ്മെന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേയ്മെന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡ്. ക്രെഡിറ്റ് സൈഡ് വരുന്ന ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണോ ഡിസ്കൗണ്ട് അലൗഡ് ആണോ? പേയ്മെന്റ് അലൗഡ്. കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ എന്താ നോക്കുക? ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്കൗണ്ട് റിസീവ്ഡ് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എന്താ? നമുക്ക് അസറ്റ് ആണോ?
എക്സ്പെൻസ് ആണോ, ഇൻകം ആണോ, ലോസ് ആണോ, ഗെയിൻ ആണോ, എന്താ സംഭവം ഇത്? Gain. ഈ ഡിസ്കൗണ്ട് റിസീവ്ഡ് പറഞ്ഞാൽ ഗെയിൻ ആണ് അല്ലേ, ഒരു ഗെയിൻ ആണ് ആണല്ലോ. ഗെയിൻ എന്ന എന്ത് ബാലൻസ് ഉണ്ടാവുക? ഗെയിൻസിന് ഡെബിറ്റ് ആണോ Debit ക്രെഡിറ്റ് ആണോ? balance. Debit. ഗെയിൻസിന് ക്രെഡിറ്റ് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത് അല്ലേ, ഗെയിൻസ് ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ. ഡിസ്കൗണ്ട് അലൗഡ്, ഡിസ്കൗണ്ട് അലൗഡ് ഇതെന്താ നമ്മെ സംബന്ധിച്ച്? ലോസ് ആണ് അല്ലെ. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞാൽ ലോസ് ആണ്. ലോസ് എന്ത് ചെയ്യണം? എന്ത് ബാലൻസാ? ഡെബിറ്റ്. ഓക്കെ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത് പേയ്മെന്റ് സൈഡ്. പേയ്മെന്റ് സൈഡ് പറഞ്ഞാൽ ക്യാഷ് ബുക്ക് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? Credit. ക്യാഷ് ബുക്ക് ഡെബിറ്റ് പറഞ്ഞാല് റെസീപ്റ്റും, ക്രെഡിറ്റ് പറഞ്ഞാൽ എന്താണ്? പേയ്മെന്റ് ആണ്. പേയ്മെന്റ് സൈഡിൽ വരുന്ന ഡിസ്കൗണ്ട് അപ്പൊ എന്തായിരിക്കും? Allowed. ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഡിസ്കൗണ്ട്. ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഡിസ്കൗണ്ട് ഏതാ? Received. ഡിസ്കൗണ്ട് Received. റിസീവ്ഡ് ആണ്. ഡിസ്കൗണ്ട് റിസീവ്. എന്താ ഡൗട്ട്? പേയ്മെന്റ് സൈഡ് പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡ്. അപ്പൊ ഞാൻ എപ്പോഴും പറയണ്ടേ, ഡിസ്കൗണ്ട് പേയ്മെന്റ് സൈഡിലാണ് അങ്ങോട്ട് കൊടുക്കുന്നത് എന്ന് വിചാരിക്കരുത് എന്ന് അന്ന് പറഞ്ഞതാണ് നമ്മള്. ഡിസ്കൗണ്ട് പേയ്മെന്റ് സൈഡിൽ വരുന്നത് എന്താണ്? ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. ഡെബിറ്റ് സൈഡിൽ വരുന്നത് എന്താണ്? അല്ലെങ്കിൽ റെസീപ്റ്റ് സൈഡിൽ വരുന്നത് എന്താണ്? ഡിസ്കൗണ്ട് അലൗഡ് ആണ്. അവിടെ ഡെബിറ്റും ക്രെഡിറ്റും നോക്കണം. ഓക്കെ. അപ്പൊ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ് നമ്മളോട് പറഞ്ഞ കാര്യം. അതെന്ത് ചെയ്തിട്ടുണ്ട്? എന്താ തെറ്റ് വന്നത്? ഡിസ്കൗണ്ട് കോളം ഓഫ് ദ പേയ്മെന്റ് സൈഡ് ഓഫ് ക്യാഷ് ബുക്ക് വാസ് wrongly added as rupees 3640. ആഡ് ചെയ്ത് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എഴുതിയ എമൗണ്ട് 3640 ആണ് എഴുതിയിട്ടുള്ളത്. അത് ശരിക്കും എത്രയായിരുന്നു? ഇൻസ്റ്റെഡ് ഓഫ് 3120 ശരിക്കും വരുന്നത് 3120 ആണ്. അത് അറിയാതെ എന്ത് ചെയ്തു? 3640 ആയിട്ട് എഴുതി. ഓക്കെ. കൂട്ടി എഴുതി കുറവാണോ കൂടുതലാണോ? കൂടുതലാണ്. കൂടുതലാണ്. എത്ര രൂപ കൂടുതലാ? എത്ര രൂപ കൂടുതൽ? 520. 520 റുപ്പീസ് കൂടുതലാണ് അല്ലേ. 520 രൂപ കൂടുതലാണെന്ന് പറയുന്നു. ഓക്കെ. അപ്പൊ നമ്മൾ എന്താ ഇത് തെറ്റെന്തായിരുന്നു? ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്നുള്ളത് എന്ത് ചെയ്തു? 520 രൂപ കൂടുതലായിട്ട് കാണിക്കുന്നു. ഓക്കെ. ഇനി ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ടിൽ മോഡൽ എടുക്കാം കേട്ടോ. ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ടിൽ 520 രൂപ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട് രണ്ട് സൈഡ്, ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്. ഏത് സൈഡിലെ എമൗണ്ട് വരേണ്ടത്? ഏത് സൈഡിലെ എമൗണ്ട്? ഡിസ്കൗണ്ട് റിസീവ്ഡ് എവിടെ കാണിക്കുക? ആ 3120 വരെ 3640 കാണിച്ചിട്ടുണ്ടാവുക. ഏത് സൈഡിലാ? ഡെബിറ്റ് സൈഡിലാണോ ക്രെഡിറ്റ് സൈഡിലാണോ കാണിച്ചിട്ടുണ്ടാവുക? ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്കൗണ്ട് കാണിച്ചിട്ടുണ്ടാവും. എത്ര? 3640 കാണിച്ചിട്ടുണ്ടാവും അല്ലെ. 3640 കാണിച്ചിട്ടുണ്ടാവും. ഇത് തെറ്റാണ്. ഇവിടെ ശരിക്കും വരേണ്ടത് എത്രയായിരുന്നു? 3120 ആയിരുന്നു വരേണ്ടത് അല്ലെ. 3120 വരണം. അപ്പൊ 520 രൂപ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതലുണ്ട്. ഈ 520 എന്ത് ചെയ്യണം? ഇവിടുന്ന് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം അല്ലെ. ഡെബിറ്റ് സൈഡിലേക്ക് എമൗണ്ട് കോളത്തിലേക്ക് കൊണ്ടുവരണം. 520 രൂപ ഇവിടെ എഴുതണം. 520 എഴുതണം എന്നുണ്ടെങ്കിൽ എന്ത് വേണ്ട എഴുതുള്ളൂ? എന്ത് വേണ്ട എഴുതാൻ പറ്റുള്ളൂ? ഇനി ഏത് അക്കൗണ്ടിൽ എഴുതും? സസ്പെൻസ് അക്കൗണ്ട്. ടു സസ്പെൻസ് അക്കൗണ്ട്. ഡെബിറ്റ് സൈഡ് ആയതുകൊണ്ട് ടു സസ്പെൻസ് അക്കൗണ്ട്. ടു സസ്പെൻസ് അക്കൗണ്ട് എന്ന് എഴുതി. അപ്പൊ എന്താണ് ജേണൽ എൻട്രി വരിക? ജേണൽ എൻട്രി എന്താണ്? ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട് to സസ്പെൻസ് അക്കൗണ്ട്. ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് അല്ലേ. അപ്പൊ ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട് ഡെബിറ്റ് ആണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. ടു സസ്പെൻസ് അക്കൗണ്ട്. സസ്പെൻസ് കാണുന്നതുകൊണ്ട് ടു സസ്പെൻസ് അക്കൗണ്ട് എഴുതാട്ടോ. ജനറൽ എഴുതാത്തുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട് ഡെറ്റർ
എമൗണ്ട് എത്രയാണോ തെറ്റ് വന്നുള്ളത് 520. ഡിസ്കൗണ്ട് received account debtor to suspense account. ഓക്കെ, ഇത്രയും തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ എല്ലാ തെറ്റും കറക്റ്റ് ആയോ? എല്ലാ തെറ്റ് മിസ്റ്റേക്കും കറക്റ്റ് ചെയ്തോ? ചെയ്തു. എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 5,000 കിട്ടുന്നു. എങ്ങനെ കൂട്ടണം? എങ്ങനെ കൂട്ടേണ്ടത്? സസ്പെൻസ് അക്കൗണ്ട്. ഒരു സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നോക്കുക. നമ്മൾ എന്ത് ചെയ്യണം? ഒരു സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നോക്കുക കേട്ടോ. സസ്പെൻസ് അക്കൗണ്ട് ജസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ടി ഫോർമാറ്റ് എടുക്കുക, സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ശരി. ഓക്കെ, ഓപ്പൺ ചെയ്തിട്ടുണ്ടാവില്ലേ? സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ജേണൽ എൻട്രി നമ്മൾ എന്താ എഴുതിയത്? റെക്ടിഫിക്കേഷൻ എൻട്രി എന്തായിരുന്നു? ഫസ്റ്റ് വൺ സസ്പെൻസ് അക്കൗണ്ട് debtor to discount allowed account. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഡെബിറ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ എന്നാലേ ഡെബിറ്റ് സൈഡിൽ എന്ത് ചെയ്താ? ടു ഡിസ്കൗണ്ട് അലൗഡ്, ടു ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട്. എമൗണ്ട് 400 അല്ലേ? എമൗണ്ട് 400 കാണിക്കും. എമൗണ്ട് 400, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെറ്റർ 400. ഇനി രണ്ടാമത്തെ ജേണൽ എൻട്രി എന്തായിരുന്നു? സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് ആയിരുന്നു അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ? ഡെബിറ്റ് സൈഡിൽ തന്നെ ഡെറ്റർ എന്നാണ്. അപ്പൊ ഡെബിറ്റ് സൈഡിൽ എന്ത് ചെയ്താ? ടു സെയിൽസ് അക്കൗണ്ട്. ടു സെയിൽസ് അക്കൗണ്ട് എമൗണ്ട് 800. ഓക്കെ, അത് കാണിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ്? അടുത്ത എൻട്രി എന്തായിരുന്നു? റെക്ടിഫിക്കേഷൻ എൻട്രി. സസ്പെൻസ് അക്കൗണ്ട് debtor to Alice account. റെക്ടിഫിക്കേഷൻ എൻട്രി എന്തായിരുന്നു? ഹലോ, എവിടെയോ നിങ്ങളൊക്കെ?
ഹഫീസ് റെക്ടിഫിക്കേഷൻ എൻട്രി എന്തായിരുന്നു? സാർ എന്താണ് റെക്ടിഫിക്കേഷൻ എൻട്രി? മൂന്നാമത്തെ അല്ലേ? മൂന്നാമത്തെ സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ആലീസ് അക്കൗണ്ട്. അപ്പൊ എവിടെ എഴുതണം? ഡെബിറ്റ് സൈഡിൽ എന്ത് എഴുതണം? ഡെബിറ്റ് സൈഡിൽ ടു ആലീസ് അക്കൗണ്ട്. ടു ആലീസ് അക്കൗണ്ട് എഴുതാം. ആലീസ് അക്കൗണ്ട് എമൗണ്ട് 3,500. ഓക്കെ, അടുത്ത എൻട്രി എന്തായിരുന്നു? 120 ഒരു കാര്യം മറന്നു കേട്ടോ. ഫസ്റ്റ് പറയേണ്ട ഒരു കാര്യം ഞാൻ മറന്നു. ഫസ്റ്റ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അല്ലേ? ബാലൻസ് ഉണ്ടായിരുന്നു അല്ലേ? ബാലൻസ് ഉണ്ടായിരുന്നില്ലേ? ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ക്രെഡിറ്റ് ബാലൻസ് ആണെന്ന് പറഞ്ഞത്, അത് മറന്നുപോയാ കേട്ടോ. ബൈ ബാലൻസ് ചെയ്തായിരുന്നു കേട്ടോ. ബൈ ബാലൻസ് ബൊറോ ഡൗൺ ആണോ ക്യാരി ഡൗൺ ആണോ? ബ്രോ ഡൗൺ. എത്ര ബാലൻസ് ഉണ്ടായിരുന്നത്? 5,000 ആണ് കുറവുണ്ടായിരുന്നത്. 5,000 കുറവുള്ള നമ്മൾ എഴുതണമായിരുന്നു കേട്ടോ. അത് പറയാൻ വിട്ടുപോയതാണ്, തുടക്കത്തിൽ പറയേണ്ടതായിരുന്നു. 5,000 രൂപ ബാലൻസ് ഉള്ളത് പറയണമായിരുന്നു. ദെൻ അടുത്ത ലാസ്റ്റ് എൻട്രി എന്തായിരുന്നു? ലാസ്റ്റ് സാർ ആലിസിന്റെ എമൗണ്ട് 820 ആണ്. ഏതാണ് ലാസ്റ്റ്? 820 ആണോ? 520 അല്ലേ? അതല്ല സാർ, മൂന്നാമത്തെ 3,500 സാർ എഴുതിയില്ലേ ടു ആലീസ് അക്കൗണ്ട്? അത് 820 ആണ്. 820 ആണെന്നല്ലേ? ഓക്കെ ഓക്കെ, ശരി, മാറ്റാട്ടോ. ഇനി ലാസ്റ്റ് എൻട്രി പറയും. ലാസ്റ്റ് എൻട്രി എന്തായിരുന്നു? ലാസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡാനിയൽ അക്കൗണ്ട്. ഡാനിയൽ അക്കൗണ്ട്. സസ്പെൻസ് അക്കൗണ്ട് ഡാനിയൽ അക്കൗണ്ട് ആണ്. സസ്പെൻസ് അക്കൗണ്ട് ടു ഡാനിയൽ അക്കൗണ്ട്. അപ്പൊ ടു ഡാനിയൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തത്. ടു ഡാനിയൽ അക്കൗണ്ട് എമൗണ്ട് 3,500. ഇവിടെയാണ് തെറ്റിയിട്ടുള്ളത് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ എത്രയായിരുന്നു? ജനറൽ എന്താണ്? ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. സസ്പെൻസിന് എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു അല്ലേ? അപ്പൊ നമ്മൾ ക്രെഡിറ്റ് എന്ത് എഴുതണം? ബൈ ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട്. ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട്. ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട് എമൗണ്ട് 520 അല്ലേ? 520. എല്ലാ ജനറൽ ഡേയ്സും എഴുതി കഴിഞ്ഞു അല്ലേ? എല്ലാം പോസ്റ്റ് ചെയ്തു. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാ? ബാലൻസ് ചെയ്യാം. രണ്ട് സൈഡ് നോക്കുക. ഡെബിറ്റ് സൈഡ് നോക്കുക, ക്രെഡിറ്റ് സൈഡ് നോക്കുക. ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്. ഏത് സൈഡാ കൂടുതല്? ഏത് സൈഡ് കൂടുതലുണ്ടോ? ഇല്ല. രണ്ട് സൈഡ് എന്താണ്? 5,520 ആണല്ലോ. 5,520. അപ്പൊ നമ്മള് സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് എത്ര ബാലൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്? ക്രെഡിറ്റ് ബാലൻസിൽ 5,000 കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി എല്ലാ തെറ്റും തിരുത്തിയപ്പോ എന്ത് ചെയ്തു? സസ്പെൻസ് അക്കൗണ്ട് ഇല്ലാതെ ആയില്ലേ? സസ്പെൻസ് അക്കൗണ്ട് എന്ത് ചെയ്തു?
5520 രണ്ട് സൈഡിലും ഡെബിറ്റും ക്രെഡിറ്റും വന്നു, ഈക്വൽ ആയി. അപ്പൊ ബാലൻസ് ഇല്ല, സസ്പെൻസ് അക്കൗണ്ട് ക്ലോസ് ആയി. അപ്പൊ എല്ലാ തെറ്റും നമ്മൾ എന്ത് ചെയ്തു? റെക്ടിഫൈ ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മൾ ട്രയൽ ബാലൻസിന് ശേഷമാണ് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത ശേഷമാണ് നമുക്ക് തെറ്റുകൾ മനസ്സിലാവുന്നത്. അത് ഈ വർഷത്തെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ ഇതേപോലെ ട്രയൽ ബാലൻസ് ടാലി ആവാതെ കൊണ്ട് എന്ത് ചെയ്തു? സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് 5520 രണ്ട് സൈഡ് ക്ലിയർ ആയി കിട്ടി, എല്ലാ തെറ്റും നമ്മൾ കണ്ടെത്തി. പക്ഷെ എപ്പോഴും നമുക്ക് എല്ലാ തെറ്റും കണ്ടെത്താൻ പറ്റണമെന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇല്ല തെറ്റ് കണ്ടെത്തി വെച്ചിട്ട് എന്ത് ചെയ്യും? ഫൈനൽ അക്കൗണ്ട് ഉണ്ടാക്കും. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വർഷം ഫൈനൽ അക്കൗണ്ട് ഉണ്ടാക്കിയല്ലോ മിണ്ടാതിരിക്കുക അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ വീണ്ടും നോക്കണം എവിടെ തെറ്റ് വന്ന്, നമ്മൾ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കണം. അത് കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്ത വർഷം തെറ്റ് തിരുത്തുക. ആ തെറ്റ് തിരുത്തുന്നത് എങ്ങനെയാണെന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നത്. അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ രണ്ട് ഏരിയയും, ഒന്ന് ട്രയൽ ബാലൻസിന് മുമ്പുള്ളത് തെറ്റ് തിരുത്തുന്നതും ട്രയൽ ബാലൻസ് ശേഷം സസ്പെൻസ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, ഈ രണ്ട് കാര്യങ്ങൾ പക്ക നന്നായിട്ട് നോക്കുക. എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇത് കിട്ടണം. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയം വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. എന്ത് ഡൗട്ട് വന്നാലും കോൺടാക്ട് ചെയ്യാം. ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. ടെക്സ്റ്റിലെ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് ടെക്സ്റ്റിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഫോക്കസ് കിട്ടുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു ലോജിക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, എങ്ങനെ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് തിരുത്തേണ്ടത് എന്നുള്ളത്. കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ശരിയാണോ അനഘദാസ്? ഡൗട്ട് ഉണ്ടോ? അഫ്ന ഷെറിൻ ഒന്നും മിണ്ടുന്നേ ഇല്ല. അനഘദാസ് കേൾക്കുന്നില്ല. ഡൗട്ട് ഇല്ല എന്നാ പറയുന്നില്ലേ? അപ്പൊ നിങ്ങൾക്കൊന്ന് മൈക്ക് ഓൺ ചെയ്യൂ. ഇതിനല്ലേ നമ്മൾ ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾ എല്ലാവരും സംസാരിക്കില്ലേ, അതേപോലെ സംസാരിക്കണം. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് ക്ലാസ് കേട്ടോ. ക്ലാസ് എന്നാന്ന് പറയാം. കുറച്ച് ചിലപ്പോ ബ്രേക്ക് ഉണ്ടാവാം. നാളെ പെരുന്നാളായതുകൊണ്ട് ക്ലാസ് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, പിന്നെ അപ്പൊ എന്തായാലും വേറെ കുറച്ച് ക്ലാസ് പെൻഡിങ്ങിലുണ്ട്. അത് ചോദിച്ചിട്ട് ഞാൻ അനാലിസിസ് അറേഞ്ച് ചെയ്യാം. ഇപ്പൊ മറ്റുള്ള ക്ലാസ്സിലൊക്കെ കഴിയാനായോ? എക്കണോമിക്സ് ഒക്കെ തുടങ്ങിയോ? എക്കണോമിക്സ്, മാനേജ്മെന്റ് കഴിഞ്ഞു. സ്റ്റാറ്റി, മാത്സ് ഒക്കെ? സ്റ്റാറ്റി കുറച്ചായിട്ടുള്ളൂ. മാത്സും. അതെ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും എടുത്ത കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. അവസാനത്തെ പെൻഡിങ്ങിന് വെക്കരുത്. ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക. സാർ അസൈൻമെന്റ് തന്നിട്ടുണ്ടോ? ആ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യട്ടോ. നമ്മൾ അക്കൗണ്ട്സിന് ടെക്സ്റ്റില് ഇനി കുറച്ച് അഡീഷണൽ പ്രോബ്ലംസ് തരാം. അതിന് മുമ്പ് ടെക്സ്റ്റിലുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കുക. ഓക്കെ, ശരി. വൈൻഡപ്പ് ചെയ്യാണ്. കുറച്ച് ആളുകൾ കുറവാണ്, റെക്കോർഡ് പ്രൊവൈഡ് ചെയ്യാം. എല്ലാ ആളുകളും നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു മടിയും വേണ്ട, ഏത് സമയത്ത് കോൺടാക്ട് ചെയ്യാം. ക്ലാസ് പറയുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും, പിന്നീട് നോക്കുമ്പോൾ ഡൗട്ട് ഉണ്ടാവും. അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഡൗട്ട് അവിടെ വെച്ചുകൊണ്ടിരിക്കരുത്, ക്ലിയർ ചെയ്യാം കേട്ടോ. എന്നാൽ ഞാൻ പറഞ്ഞു. എന്താ കാരണം? എന്താ ബികോമാരാണെങ്കിൽ അങ്ങനെ പറയില്ലായിരുന്നു. എന്തെങ്ങനെ പറയാൻ കാരണം എന്താ? പ്രൊഫഷണൽ കോഴ്സാണ് ചെയ്യുന്നത്. അപ്പൊ ആ പ്രൊഫഷണലിസം എല്ലാ ഭാഗത്തും നമ്മൾ കാണിക്കണം. ഓക്കെ, ശരി എന്നാ. താങ്ക് യു സർ.